മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് നാം സംസാരിക്കുന്നത്. മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് 28 through 31 ആ വാക്യങ്ങൾ. അപ്പോൾ തന്നെ മറ്റ് സുവിശേഷങ്ങളിൽ അത് അല്പം കൂടെ വിശാലമായി നമുക്കത് കാണാൻ കഴിയും. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ വായിച്ചാൽ നമുക്ക് ആ ഭാഗം മുന്നോട്ട് കൊണ്ടുപോകാം. മതി, ഇഷ്ടം. ഇതൊരു പ്രാർത്ഥന തന്നെയാണ്. മറ്റ് സുവിശേഷങ്ങളിൽ ചേർത്ത് വായിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം വളരെ ചെറിയൊരു സുവിശേഷമായതുകൊണ്ട് മറ്റ് സുവിശേഷങ്ങളിലെ പല സംഭവങ്ങളും മർക്കോസ് എഴുതുമ്പോൾ വളരെ ലളിതമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. മത്തായി 19:28. ഇതേ വിഷയം തന്നെ അവിടെ പ്രാർത്ഥനയായിട്ട് തന്നെയാണ് പത്രോസ് പറയുന്നത്. അതിന് തൊട്ട് മുമ്പ് 27 ആയിരിക്കും മലയാളം ബൈബിളിൽ തുടങ്ങുന്നത്. ഇതൊരു ചോദ്യമാണ്. ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും എല്ലാം ഈ ചോദ്യമുണ്ട്. കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ട് എന്ത് പ്രതിഫലം ഉണ്ട്, എന്ത് ഗുണമുണ്ട്? നീ കൈയടിക്കുകയും പാട്ട് പാടുകയും സ്തോത്രവും സ്തോത്രാഴ്ചയൊക്കെ ഞാനിപ്പം പറഞ്ഞൊക്കെ ചെയ്തിട്ട് എന്ത് പ്രയോജനം? പ്രാർത്ഥിച്ചാൽ വല്ല ഗുണമുണ്ടോ? സ്തോത്രം. പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? പിന്നെന്താ വേണം? സന്തോഷമായല്ലേ? സ്തോത്രം. നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പ്രാർത്ഥിച്ചാൽ എന്ത്? ഇന്ന് രാവിലത്തെ നമ്മുടെ പ്രാർത്ഥനാ വിഷയം പത്രോസ് ചോദിക്കുന്നു, കർത്താവ് ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഹല്ലേലൂയ. ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർക്ക് എന്ത് നന്മ കിട്ടും? പ്രൈസ് ഗോഡ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനാ വിഷയം. ജീവിതത്തിൽ യേശു ഇവിടെ കൊടുത്ത മറുപടിക്കകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. സ്തോത്രം. നമ്മൾ ഈ പ്രസംഗ വിഷയത്തിനകത്ത് പല വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്. പത്രോസിനോട് യേശു പറഞ്ഞത് അല്ലെങ്കിൽ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് സത്യമായിട്ട് 4 സുവിശേഷങ്ങൾ ഈ പദം ഉള്ളത് കൊണ്ട് അതെല്ലാം കൂടെ ചേർത്താ പറയുന്നത്. എൻ്റെ നാമം നിമിത്തം വീടോ സഹോദരങ്ങളോ അപ്പനോ അമ്മയോ ഭാര്യയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടാൽ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമല്ല. ഇഫ് യു ഹാവ് ഗിവൺ പ്രയോറിറ്റി ഫോർ മീ ഫോർ ദ സേക്ക് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, അതല്ല. അങ്ങനെ എനിക്കാണ് നിങ്ങൾ മുൻതൂക്കം കൊടുത്തതാണ്, അല്ല വിട്ടാൽ എന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ എനിക്കാണ് നിങ്ങൾ 1-ാം സ്ഥാനം കൊടുത്തതെങ്കിൽ, എന്നെയാണ് നിങ്ങൾ എല്ലാത്തിടത്തും 1-ാമത് വെച്ചതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാകത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എൻ്റെ നാമം നിമിത്തം നിങ്ങൾ എൻ്റെ നാമം നിമിത്തം എന്തെങ്കിലും സഹിച്ചാൽ ഈ ലോകത്തിൽ തന്നെ 100 മടങ്ങ് ദൈവം തരും. എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ തന്നെ നിത്യതയിലും ഒരു പദം കൂടെയുണ്ട്. എന്തുകൊണ്ട്? കഷ്ടതയോടുകൂടെയുള്ള അനുഗ്രഹം കിട്ടും എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് കഷ്ടം ഉണ്ടെങ്കിലും അതിൻ്റെ ഒടുവിലെത്തുമ്പോൾ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ ഈ 2 നിത്യജീവനും ഈ ബാനിൽ. അപ്പം ഇന്ന് രാവിലെ ഞാൻ ഫോക്കസ് ചെയ്യുവാൻ പരിശുദ്ധാത്മ രാവിലെ വരെയും ഹല്ലേലൂയ ഈ വചനം അല്ലെങ്കിൽ 100 കണക്കിന് പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്നൊരു സന്ദേശം എനിക്കിട്ട് രാവിലെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, എൻ്റെ മൈൻഡെല്ലാം ഇങ്ങനെ ബ്ലോക്കായിട്ടിരിക്കുകയാണ്. എനിക്കൊന്നും ആ ഒരു സന്ദേശം എൻ്റെ ഹൃദയത്തിലോട്ട് വരുന്നില്ല, എന്താ ജനത്തോട് പങ്കുവെക്കേണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ നിന്ന് ഒരു ദേവദാസൻ എന്നെ വിളിച്ചു. ഒരു ബിസിനസ് മാനാണ്. എൻ്റെ ഓൺലൈൻ മീറ്റിങ്ങിൽ കാണാൻ ചർച്ചിലെ ഓൺലൈൻ മെമ്പറിൽ ഒരാളാണ്, വലിയൊരു ബിസിനസ്സുകാരനാണ്. പുള്ളിക്കാരൻ എന്നോട് പറയും, എനിക്കൊരു 2 മിനിറ്റുള്ള ഒരു ക്ലിപ്പ് അയച്ചു തന്നു. ഞാൻ പ്രസംഗിച്ചൊരു പ്രസംഗത്തിൽ പീസിനാക്കി പ്രസംഗിച്ചൊരു പ്രസംഗമാണ്. അതിനകത്ത് ഓരോരുത്തർക്ക് ഓരോ രീതിയിലല്ലേ പ്രയോജനപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് പിന്നെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയം വട്ടപൂജ്യമാണെന്ന് പറഞ്ഞ് ഷെയറിങ് ആൻഡ് കെയറിങ് ഏതോ പ്രസംഗത്തിനകത്ത് പറഞ്ഞ 2 മിനിറ്റ് മാത്രമുള്ളൊരു വീഡിയോ ആണ്. ആ വീഡിയോയും കൂട്ടിയിട്ട് ദിവാസ് ഇങ്ങനെ എഴുതി വെച്ചു. എനിക്ക് തോന്നുന്നു, കാരണം ഞാൻ പോലും പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ കണ്ടപ്പോൾ അറിഞ്ഞത്, നിങ്ങൾ ഇവിടെയൊക്കെ $5000 കൊടുത്ത് സ്പോൺസർ കൊടുക്കുമ്പോൾ തന്നെ ഓർത്തോണം, കൂട്ടു സഹോദരൻ പൂരയിലാണ് കിടക്കുന്നെങ്കിൽ അവനൊരു വീട് വെച്ച് കൊടുക്കാത്ത ഒരു സ്പോൺസർഷിപ്പും ദൈവം ഒന്നും അംഗീകരിക്കുന്ന ഇല്ല. അത് കേട്ട് പറഞ്ഞു, ഞങ്ങൾ 5 സഹോദരന്മാരാണ്. ഞങ്ങൾക്കവിടെ കൊട്ടാരക്കരയ്ക്ക് അടുത്ത്, ഞാൻ പേര് പറയുന്നില്ല, ഞങ്ങൾക്ക് ക്യാഷുവിൻ്റെ ബിസിനസ്സാണ്. വളരെ ഞങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ ഒരു സഹോദരൻ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് കുറേ കടത്തിലായിരുന്നു. ഈ പ്രസംഗം കേട്ടിട്ട് ഞങ്ങൾ 5 സഹോദരന്മാരും കൂടെ തിരിച്ചൊരു 1.5 കോടി കൊടുത്ത് അവൻ്റെ കടം അങ്ങ് വീട്ടിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ നോക്കണം, 2 മിനിറ്റിൻ്റെ ഒരു പ്രസംഗം എവിടെയൊക്കെ ഇരുന്ന് ആൾക്കാരെയൊക്കെ സ്വാധീനിച്ചു. അത് കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് പറയുവാനുള്ള സന്ദേശം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് തന്നു. സ്തോത്രം. അപ്പോസ്തലനായ പത്രോസിനോട് കർത്താവ് കൊടുത്ത മറുപടി പകൽക്കാലം ആർക്കും ഒക്കെ ഇത് പ്രയോജനം ചെയ്യുമെന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് കർത്താവിന് വേണ്ടി നാം എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ നമ്മുടെ സമയം, ഹല്ലേലൂയ, നമ്മുടെ ആരോഗ്യം,
നമ്മുടെ സമ്പത്ത്, നമ്മുടെ കുടുംബമൊക്കെ അതിനേക്കാൾ ഉപരിയായി നിങ്ങൾ കർത്താവിനെ സ്നേഹിച്ചാൽ ദൈവമക്കളെ, ഈ മണ്ണിൽ ആത്മീക പ്രതിഫലവും ഭൗതിക പ്രതിഫലവും ഒരുപോലെ തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാവിലെ ആരുടെയൊക്കെ ഭാരം അങ്ങനെ എടുത്തു മാറ്റുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. വളരെ സാവകാശം ഞാൻ ഈ ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്തോത്രം. ഇവിടെ നിന്നുകൊണ്ട് നാം ചിന്തിക്കുമ്പോൾ തന്നെ പത്രോസിനോടാ പറയുന്നത്, ഹല്ലേലൂയ, നീ എൻ്റെ നിമിത്തം എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ. പത്രോസ് എന്താ വിട്ടത് നമുക്കറിയാം. പത്രോസ് തൻ്റെ പാരമ്പര്യം യേശു നിമിത്തം വിടേണ്ടി വന്നു. അർത്ഥാൽ യഹൂദ പാരമ്പര്യത്തിനകത്ത് തഴച്ചു വളർന്നു വന്ന ഒരു പാരമ്പര്യമായിരുന്നു പത്രോസിൻ്റെ. നാം ഉദ്ദേശിക്കുന്ന പോലെ വളരെ ആൾക്കാരൊക്കെ പറയും മീൻപിടുത്തക്കാരും മുക്കുവർ. യഹൂദ പാരമ്പര്യത്തിൽ മുക്കുവരെന്ന് പറയുന്നത് നല്ല പ്രൊഫഷൻ തന്നെയാണ്. ഈ നമ്മുടെ നാട്ടിലാണ് നമുക്ക് പലപ്പോഴും ഈ ആൾക്കാരെ പ്രൊഫഷൻ വെച്ച് താഴ്ത്തി കാണിക്കുന്നത്. ഇവിടെ അങ്ങനല്ലല്ലോ. ഇവിടുത്തെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ജോലി ചെയ്താലും അതിന് എന്താണ്, മാന്യതയുള്ളതാണ്. ഇവിടുത്തെ ആൾക്കാരുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജോൺ കാർപ്പൻ്റർ, നമ്മുടെ നാട്ടിൽ വിളിക്കും, അങ്ങനെ വിളിക്കാറില്ല അല്ലേ? അല്ലല്ല, സ്മിത്ത് കുക്ക്, അല്ല അങ്ങനെയൊക്കെ വിളിക്കുന്നതൊക്കെ അവരുടെയൊക്കെ പാരമ്പര്യം പറയുന്ന ഒരു വലിയ സന്തോഷം അവർക്ക്. അങ്ങനെ ഒരു കാലഘട്ടം യഹൂദന്മാർക്കും അങ്ങനെ എന്നാൽ രണ്ട് കൂട്ടർ മാത്രം ഉണ്ടായിരുന്നു. വിശദീകരിക്കുന്നില്ല. അല്ല, യഹൂദന്മാർ അംഗീകരിക്കാത്ത ചില തൊഴിലുകളുണ്ടായിരുന്നാൽ മുക്കുവരെന്നൊക്കെ പറയുന്നത് നല്ല പ്രൊഫഷൻ തന്നെയാണ്. പക്ഷേ ജീവിതയാത്രയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായി പഠിപ്പ് സംബന്ധമായി അറിവില്ലാത്തവരെന്ന് മാത്രമേ ഉള്ളൂ. അതിന് പത്രോസിനെ കുറിച്ചൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഇനി പത്രോസ് എന്ന മുക്കുവൻ്റെ ജീവിതത്തിൽ പത്രോസ് വിട്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യം നോക്കിയാട്ട്. ലൂക്കോസ് 5:10-11. യേശു നിമിത്തം പത്രോസ് എന്തു വിട്ടു എന്നാണ്. ഹല്ലേലൂയ. അപ്പം അതിന് മുമ്പ് സകലതും വിട്ട്, അല്ലല്ലേ, അതിന് തൊട്ട് മുമ്പായിരിക്കും, ചിലപ്പോൾ 8-9 വാക്യമായിരിക്കും. പിന്നെ പത്രോസ് പടകും വലയും വിട്ട് യേശുവിനെ അനുഗമിച്ചെന്ന്. അതിൻ്റെ തൊട്ട് വാക്യമാണോ താഴത്തെ വാക്യമാണോ? ഒന്നെങ്കിൽ 8-9 ആയിരിക്കും, അല്ലെങ്കിൽ 11 വാക്യം. പത്രോസ് ഇവിടെ പറഞ്ഞ് ഞങ്ങൾ സകലവും വിട്ടു എന്ന് പറയുന്നത് കഴിഞ്ഞ ജീവിതയാത്രയിൽ ഞങ്ങളുടെ ഉപജീവന മാർഗമായിരുന്ന, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന, സാമ്പത്തിക നന്മയുടെ ഉറവിടമായിരുന്ന, കടലിലെ ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ ഉപകരണമായിരുന്ന പടകും വലയും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചു. ഇതും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആകെ പറയുന്നത്. ഇതാണ് പുള്ളി വിട്ടതെന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. അല്ലേ, ഇത് വിട്ടിട്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് എന്ത് കിട്ടും. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾക്കും ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്. ഞങ്ങൾ കർത്താവിനെ സേവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. ഞങ്ങളുടെ സമയം ഇപ്പോൾ വേണമെങ്കിൽ ഓവർ ടൈം കൂടെ ഒക്കെ ചെയ്യാമായിരുന്നു. വേണമെങ്കിൽ അല്പം കൂടെ ഒക്കെ അല്ലല്ലോ, ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നതിനെക്കാട്ടും നല്ല ജോലിക്ക് പോയി ഉറങ്ങുന്ന ആയിരുന്നല്ലോ, കാശുകൂടെ കിട്ടിയാനേല്ലോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിൽ കൂടെ പോകാറുണ്ട്. അല്ലെങ്കിൽ ഒരു 2 ജോലി കൂടെ ചെയ്താൽ സഹായത്തെ എത്രയോ പേര് പറഞ്ഞു. എന്നോട് പണ്ടൊരാളോട് ഞാൻ പറഞ്ഞു, അച്ഛാ കുറേ നാളായാലും ഞായറാഴ്ച കണ്ടിട്ട് എൻ്റെ പൊന്നു വാസ്ത്രേ സഹായം കൂടാനായിരുന്നു കുമ്പനാട് ഇരുന്നാൽ പോരായിരുന്നോ ഇവിടെ വന്നത്? കാരണം രാവിലെ വൈകിട്ടും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിനാണെങ്കിൽ അവിടെ അങ്ങ് ഇരുന്നാൽ മതിയായിരുന്നല്ലോ. ഇവിടെ വന്നത് 10 കാശുണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾ ദൈവനാമത്തിൽ, ഇഫ് യു ഹാവ് സാക്രിഫൈസ്ഡ് എനിത്തിങ് ഫോർ ദ സേക്ക് ഓഫ് ഗോഡ്സ് ഗ്ലോറി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഈ കുഞ്ഞുങ്ങളെയൊക്കെ നിർബന്ധിച്ച് സഭായോഗത്തിന് കൊണ്ടുവരിക, കിട്ടുന്ന സമയം ഓടി വന്ന് ആലയത്തിൽ ഇരിക്കുക, ഇതൊക്കെ ഞാൻ ഈ പറയുന്ന വശങ്ങൾ ദൈവം നിങ്ങൾക്ക് ഇതിനൊക്കെ മറുപടി തരും. ഇന്ന് രാവിലെ നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി ഒന്ന് സമർപ്പിച്ചാട്ടെ. ഞാൻ ഭൗതിക വിഷയത്തിൽ ഊന്നി പ്രസംഗിക്കുന്ന ആളല്ല. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മ എന്നെ ആ ഭാഗത്തോട് പറയും, നിങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ഈ സമാധാനത്തോടു കൂടെ പ്രല്യ നിങ്ങളുടെ അധ്വാന വിഷയത്തിന്മേൽ ഒരു ശാന്തത വരുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. 2 രീതിയിലാണ് ദൈവം നമുക്ക് സാമ്പത്തിക നന്മ. ഒന്നെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ വരുമാനം കൂട്ടും, അല്ലെങ്കിൽ ചിലവ് കുറയ്ക്കും. അത് ഏതാണെന്ന് ദൈവം തീരുമാനിച്ചോളും. നിങ്ങൾ കയറി അധ്വാനിക്കൊന്നും വേണ്ട. ഒന്നെങ്കിൽ വരുമാനം കൂട്ടും, അല്ലെങ്കിൽ ചിലവ് കുറയ്ക്കും. ചിലവ് വെട്ടിക്കുറച്ചാണേലും നമ്മളെ നടത്താൻ ദൈവം വിശ്വസ്തനാണ്. അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ആ ഭാഗത്തോട് കൈ കടത്തുന്നത്. പക്ഷേ ഇവിടുത്തെ ചോദ്യം ഇതാണ്. പക്ഷേ എന്ത് കിട്ടുമെന്നുള്ള ചോദ്യത്തിന് ചില ഉത്തരങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പത്രോസ് ചോദിക്കുന്നു, കർത്താവെ ഞങ്ങൾ സകലതും വിട്ട് അങ്ങേ അനുഭവിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഒന്നാമത്തെ മറുപടിയാണ് ആ ലൂക്കോസ് 5-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ പറഞ്ഞത്. അവിടെ സെബദി മക്കളായ യാക്കോബും യോഹന്നാനും തങ്ങളുടെ പിതാവായ സെബദിയെയും വലയോടുകൂടെ പടകിൽ വിട്ടിട്ടാണ് അവർ യേശുവിൻ്റെ പിന്നാലെ യാത്ര പുറപ്പെട്ടത്. യേശു അവിടെ കൊടുക്കുന്ന ഒന്നാമത്തെ മറുപടി, ഞാൻ നിങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. സ്തോത്രമല്ലേ. നിങ്ങൾ എൻ്റെ നാമം നിമിത്തം എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അല്ലല്ല മറ്റുള്ളവരെ നേടുന്ന ഒരു നിലയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കും. ഈ നാട്ടിൽ ദൈവം നിങ്ങളെ കൊണ്ടുവന്നുവെങ്കിൽ മറ്റുള്ളവരെ കൂടെ കൈപിടിച്ചുയർത്തുന്ന ഒരു ആത്മീയ ആരോഗ്യം നിങ്ങൾക്ക് ദൈവം തരാൻ പോകുകയാണ്. എന്നെ കൊണ്ട് എന്ത് പറ്റുമെന്ന് ചോദിച്ച് ആരെങ്കിലും ഭയപ്പെട്ട് നിൽക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി, നിങ്ങൾ നിമിത്തം ചിലരുടെ ഉയർത്തപ്പെടത്തക്കവണ്ണം.
അല്ലല്ലോ എൻ്റെ സ്വന്തം കാര്യം എന്താകും, അല്ലെങ്കിൽ അതൊന്ന് സെറ്റിലാകട്ടെ എന്നാ ഭയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ചിലരെ കൂടെ മനുഷ്യരെ പിടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ചിലരെ കൂടെ കർത്താവിലേക്ക് കൊണ്ടുവരുന്ന സുവിശേഷത്തിൻ്റെ ഈ ആത്മാവ് നിങ്ങൾക്ക് പകർന്നു തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ മനുഷ്യർ നമുക്ക് എഴുതിയ മാർക്കും വിലയൊന്നുമല്ല ദൈവമക്കളെ. നമ്മുടെ വിലയെന്ന് പറയുന്നത് തമ്പുരാൻ നിങ്ങൾക്കൊരു വിലയിട്ടിട്ടുണ്ട്. അല്ലെ, അവൻ യഹോവയ്ക്ക് മാന്യനാകുന്നു, അവൻ യഹോവയ്ക്ക് പ്രിയനാകുന്നു. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം മക്കളായതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മളെക്കാൾ നന്നായി അറിയുന്ന ദൈവത്തിനാണ്. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ തലയിൽ എത്ര മുടിയുണ്ട്? നിങ്ങളുടെ തലയിൽ എത്ര മുടിയുണ്ട്? നിങ്ങളുടെ എത്ര മുടിയുണ്ട് പറഞ്ഞാട്ട്? അറിയത്തില്ല. പിന്നെ ഇത്ര വലിയ മിടുക്കരാണ് നടക്കുന്നത്. സ്വന്തം തലയിൽ എത്ര മുടിയൊന്നുമില്ല ഇല്ലാത്ത ആൾക്കാരാ PhD എടുക്കാൻ പോകുന്നു. പ്രൈസ് കൊള്ളലിയ. സ്വന്തം തലയിൽ എത്ര മുടിയുണ്ടെന്ന് പോലും അറിയത്തില്ല. പക്ഷെ വചനം പറയുന്നു നിങ്ങളുടെ തലയിൽ ഓരോ മുടി ഞാൻ എണ്ണുന്നെന്ന്. അവ ആലോചിച്ച്, നിങ്ങൾ പോലും തിട്ടപ്പെടുത്താത്ത, നിങ്ങൾക്ക് പോലും അറിവില്ലാത്ത നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ദൈവത്തിന് അറിയാമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ആ ദൈവത്തിൻ്റെ അറിവിനകത്ത് ഞാൻ പെട്ടിട്ടുണ്ട്. അങ്ങനെങ്കിൽ എൻ്റെ ഭാവി ദൈവത്തിന് അറിയാമെന്ന് ഇന്ന് പകലം ഉറപ്പിച്ചാട്ട്. എൻ്റെ തലയിലെ മുടിയുടെ എണ്ണം അറിയുന്നവൻ, എൻ്റെ ആയുഷിൻ്റെ നീളം അറിയുന്നവന്, എൻ്റെ ആവശ്യം അറിയുന്നവൻ, എൻ്റെ ഹൃദയത്തെ അറിയുന്നവൻ, എൻ്റെ ശരീരത്തെ അറിയുന്നവൻ, എൻ്റെ ഉച്ചി മുതൽ പെരുവിരൽ വരെയുള്ള സകലത്തെയും അറിയുന്നവന് എന്നെ നന്നായി അറിയാം. എന്നെക്കുറിച്ച് ദൈവത്തിന് ഇന്ന് പകലൊരു പദ്ധതി ഉണ്ടെന്ന വെളിപ്പാടിലേക്ക് ദൈവമക്കൾ കടന്നു വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെ എവിടെ കൊണ്ട് എത്തിക്കണമെന്ന് ഇന്ന് രാവിലെ ദൈവത്തിന് അറിയാം. അതിനുവേണ്ടി ഒരു വിശേഷ പ്രാർത്ഥനയായി നാം ഒടുവിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ജീവിതയാത്രയിലെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന വേദനകൾ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ, ആകുല ചിന്തകൾ മാറിപ്പോകണം. നിരാശയുടെ ആത്മാവ് വ്യക്തികളെ പിടിച്ചു വെച്ചിട്ട് നാളെ എന്തായിത്തീരും, ഭാവി എന്തായിത്തീരും എന്ന് മനസ്സുമടുത്തിരിക്കുന്ന, അല്ലേ, എന്ത് കിട്ടുമെന്ന് പത്രോസിനെ പോലെ ചോദിച്ചു ഭാരപ്പെടുമ്പോൾ ഇന്ന് പകൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി ചിലത് കൈകൊണ്ട് എഴുതി തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം അത് ചെയ്യുമെന്ന് എത്ര പേര് അത് വിശ്വസിക്കുന്നു? ദൈവത്തിന് അല്ലല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ദൈവമക്കളെ 1 വർഷത്തെ പ്രിപ്പറേഷൻ ഒന്നും വേണ്ട. പ്രൈസ്. ദൈവഹിതമില്ലാത്തത് ഉണക്കിക്കളയുവാനും ദൈവഹിതമുള്ളത് കിളിപ്പിക്കുവാനും ദൈവത്തിന് 1 രാത്രി മതി. യെസ്, ഡു യു ബിലീവ് ദാറ്റ്? വിശ്വസിക്കുന്നു അല്ലല്ലിയ? യേശു നടന്നു പോകുമ്പോൾ ഒരു അത്തി നോക്കി തഴച്ചു വളർന്ന് നിൽക്കുക, പക്ഷേ അതിനകത്ത് ഒരു ഫലവും ഇല്ല. ദൈവം പറയും ഇതും കൊണ്ട് ഇവിടെ ഒരു കാര്യമില്ല, വെറുതെ നിലത്തെ എന്ത് ചെയ്യുക, നിഷ്ഫലമാക്കുക. അപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ, യേശുവിന് വേണമെങ്കിൽ ആ അത്തിയിൽ ഫലമുണ്ടാക്കി കൊടുക്കാം. പക്ഷേ അതിന് മനസ്സിലായി ഈ വേര് ദൈവഹിതമില്ലാതെ വളരുന്നത്. ഇത് വലിച്ചെടുക്കുന്ന വെള്ളവും ഇത് വലിച്ചെടുക്കുന്ന വളവും ഒന്നും ഫലം കൊടുക്കാൻ വേണ്ടിയല്ല, വെറുതെ തഴപ്പാണ്, വെറുതെ 4 പേരെ കാണിക്കാനാ. യേശു പറഞ്ഞു മേലാൽ ഇതിൽ ഫലം ഉണ്ടാകാതിരിക്കട്ടെ. പിറ്റേന്ന് രാവിലെ ശിഷ്യന്മാർ ബഥാനിയിലാണ് കടന്നു പോകുമ്പോൾ അത്തി ഉണങ്ങി നിൽക്കുന്നത് കണ്ടു. സാധാരണ നല്ലൊരു മരമൊക്കെ ഉണങ്ങണമെങ്കിൽ 1 മാസം വേണം, വലിയ മരമാണെങ്കിൽ ഫലം കായ്ക്കുന്നത്. പക്ഷേ ഒറ്റ രാത്രി മതി. ദൈവകൃപയില്ലാത്ത, ദൈവനാമ മഹത്വം ഉണ്ടാകാത്ത സകലതും തായ്വേരോടെ ഉണങ്ങിപ്പോകുവാൻ ഒറ്റ രാത്രി മതി. പ്രൈസ് കൊള്ളലിയ. അതുപോലെ തന്നെയാണല്ലേ സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തില് അഹരോനും ലേവി ഗോത്രവും അലലിയ ഒക്കെ ചോദ്യചിഹ്നത്തിലാ. സകല കുടുംബങ്ങളും ചേർന്ന് കോരഹ്, ദാതാൻ, അബീരാം, ഓനിന്റെ നേതൃത്വത്തിൽ 250 അലലിയ കുടുംബക്കാരോട് ചേർന്നുകൊണ്ട് ചോദിക്കുന്നു, മോശെ, അഹരോനെ, നിങ്ങൾ മാത്രമേ ദൈവത്തിന്റെ ദാസന്മാരുള്ളോ? നിങ്ങൾ മാത്രമേ പ്രവാചകന്മാരുള്ളോ? നിങ്ങൾ മാത്രമേ ആലോചന പറയത്തുള്ളോ? നിങ്ങളുടെ മേലെ ആത്മാവുള്ളോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ തെളിയിക്കാം. എല്ലാ ഗോത്രവും ഓരോ വടി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വടി കൊണ്ടുവന്നിട്ട് അഹരോന്റെ വടിയുടെ മേൽ, ലേവി ഗോത്രത്തിന്റെ വടിയുടെ മേൽ അഹരോന്റെ പേരെഴുതി സാക്ഷ്യപ്പെട്ടകത്തിനരികെ വെച്ചു. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ അത് തളിർത്തു, പൂത്തു, കായ്ച്ചു, ഫലം കായ്ച്ചു. അപ്പോൾ ദൈവത്തിന് ഒരു ഉണക്കക്കമ്പ് കിളിപ്പിച്ച് ഫലമുണ്ടാക്കാൻ 1 രാത്രി മതി. ദൈവികതമില്ലാത്തത് ഉണക്കിക്കളയാൻ 1 രാത്രി മതി. ഇന്ന് പകൽ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചാട്ടെ. 24 മണിക്കൂർ കൊണ്ട് എൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുവാൻ 24 മണിക്കൂർ കൊണ്ട് സൂര്യൻ ഉദിച്ചസ്തമിക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവിതയാത്രയിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ, കിളിക്കത്തില്ല എന്ന് പറഞ്ഞെടുത്ത് കിളിർപ്പ് തരുവാൻ, തളിർക്കത്തില്ല എന്ന് പറഞ്ഞെടുത്ത് തളിർപ്പ് തരുവാൻ, ഉണങ്ങിപ്പോയടെന്ന് പറഞ്ഞെടുത്ത് ഹല്ലേലൂയ അത് ഫലമുണ്ടാക്കുവാൻ, വെട്ടിക്കളയുമെന്ന് പറഞ്ഞെടുത്ത് വീണ്ടും പച്ച തരുവാൻ ഇന്ന് രാവിലെ ദൈവത്തിന് പദ്ധതിയുണ്ട്. എൻ്റെ തമ്പുരാൻ എനിക്ക് വേണ്ടി അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കാമല്ലോ.
ഞങ്ങൾ സകലതും വിട്ടു നിന്നെ അനുഗമിച്ചു. ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ കൈകൊണ്ട് ചിലത് പിടിപ്പിക്കുന്നവരാക്കി മാറ്റുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഹല്ലേലൂയ. ദൈവം അത് ചെയ്യാൻ വിശ്വസ്തന. എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് ഇന്ന് രാത്രി നിങ്ങളല്ല ഉത്തരം എഴുതേണ്ടത്, ദൈവം ഉത്തരം എഴുതേണ്ടത്. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ ഈ ആകാശത്തിലെ പറവയാതെ നോക്കിയാട്ട് അത് വിതയ്ക്കുന്നില്ല, അത് കൊയ്യുന്നില്ല, ഏതെങ്കിലും കാക്കയലിയ അല്ലെങ്കിൽ പക്ഷികൾ ഇങ്ങനെ കൊയ്യാനും വിതറാനും ഒന്നും പോകും നമ്മൾ കണ്ടിട്ട്. അതിൻ്റെ അർത്ഥം ജോലി ചെയ്യുന്നില്ല. ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ അർത്ഥം ഹല്ലേലൂയ. പക്ഷെ സ്വർഗസ്ഥനായ പിതാവ് അവ എന്ത് ചെയ്യുന്നു? പുലർത്തുന്നു. നിങ്ങൾക്ക് ജീവൻ തന്നത് ദൈവമാണെങ്കിൽ ജീവിതത്തിന് ആവശ്യമായതും തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം തരുമെന്നാണ് പറഞ്ഞത്. അല്ലേ? ആത്മീക വിഷയവും അതുപോലെ ദൈവമക്കളുടെ ഭൗതിക വിഷയവും ഒരുപോലെ നടത്തി തരുന്നവനാണ് നമ്മുടെ ദൈവം. അങ്ങനെ ഇന്ന് പകൽക്കാലം എന്ത് കിട്ടുമെന്നുള്ള ആകുല ചിന്തയുടെ ചോദ്യം നമ്മുടെ മനസ്സ് പുണ്ണാക്കി കൊണ്ടുവന്നിരിക്കരുത്. അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് എത്ര തലപൊക്കി ചിന്തിച്ചാലും നാളെ നേരം വെളുക്കാൻ സമയം തന്നെ വേണം. പ്രൈസ്തോടല്ലേ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഭാവിയെക്കുറിച്ച് വലിയ ആകുല ചിന്തയൊന്നും വേണ്ട. എത്ര ചിലപ്പോൾ നമ്മുടെ ഈ പ്രശ്നം, ഞാൻ എപ്പോഴും നമ്മുടെ എല്ലാ പ്രശ്നം കൂടെ 100% ആണെങ്കിൽ അതിൽ 30% നമ്മൾ ഇന്നലത്തെ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? കർത്താവ് ഇന്നലെ സ്കൂളിൽ പോയപ്പോൾ അങ്ങനെ പഠിച്ചായിരുന്നെങ്കിൽ, അത് ചെയ്തായിരുന്നെങ്കിൽ, അവരോടത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അത് ഇല്ലായിരുന്നെങ്കിൽ, ഇനി ഓരോ ഞാൻ എടുത്ത് വിശദീകരിക്കുന്നില്ല. ഒരു കുഴപ്പം ഇപ്പോൾ വരെ എനിക്ക് നിങ്ങൾ ഇന്നിരുന്നുകൊണ്ട് ഇന്നലത്തെ എത്ര ചിന്തിച്ചാലും എങ്ങും എത്താൻ, എല്ലാവരും പറഞ്ഞിട്ട് ഉറപ്പൊക്കെ വരാതിരിക്കുന്നത് പറഞ്ഞാട്ടെ, എങ്ങും എത്താൻ പോകുന്നില്ല. അല്ലേ? ഇന്നലെ ചെയ്ത മണ്ടത്തരം, അപ്പം ഇന്നലെ അവിടെ പോകണം, അവരോട് അത് പറയണ്ടായിരുന്നു, അത് കൊടുക്കണ്ടായിരുന്നു, ആ ജോലിക്ക് കയറണ്ടായിരുന്നു. ഇന്നലെ നിങ്ങൾ ജീവിച്ചാൽ എങ്ങും എത്താൻ. അപ്പം എത്ര ശതമാനം പോയി കിട്ടി? ഞാൻ പറഞ്ഞ് കേട്ടില്ലേ? എത്ര പോയി കിട്ടി? 30 പോയി. ബാക്കി എത്ര ഉണ്ട്? ഇനി ബാക്കി എത്ര ഉണ്ട്? കുറച്ച് കണക്കൂടൊക്കെ പഠിക്കുന്നത്. ഞാൻ പ്രൊഫഷണൽ ഒരു എഞ്ചിനീയർ. ആ ജോലിയൊക്കെ കളഞ്ഞ് കർത്താവിൻ്റെ വേലക്കാരുണ്ട്. ഇപ്പം 32 വർഷമായി. അതുകൊണ്ട് കണക്കിനോട് എനിക്ക് വലിയ താല്പര്യമാണ്. അപ്പം 30% പോയി കിട്ടി. ബാക്കി എത്ര ഉണ്ട്? 70. ആ 70ൽ another 30 വി ആർ തിങ്കിങ് അബൌട്ട് ദ ഫ്യൂച്ചർ. ഭാവിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് നാളെ എന്തായി തിരുന്നു. അല്ല കൊച്ചങ്ങോട്ട് അല്ലെങ്കിൽ 7 മാസം ആയതേ ഉള്ളൂ. അവനെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യമാണ് ചിന്തിക്കുന്നത്. കുഞ്ഞിൻ്റെ ഭാവി, വിദ്യാഭ്യാസം, ഡോക്ടറാവോ, എഞ്ചിനാവോ, പ്രൊഫഷണലാവോ ഒക്കെ ഉണ്ട്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. സമയാസമയങ്ങൾ ദൈവം നടത്തിക്കും. ഭാവിയെക്കുറിച്ച് ഇവിടെ ഇരുന്നുകൊണ്ട് തല പുകഞ്ഞിട്ട് ഒരു രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ആരെങ്കിലും വിളിച്ച് ചോദിക്കാറുണ്ടോ? ഞാൻ ഇന്ന് ജോലിക്ക് പറഞ്ഞാൽ എൻ്റെ ജോലി അവിടെ ഉണ്ടോ എന്ന് ആരും ചോദിക്കാറുണ്ടോ? ചോദിക്കാറില്ലല്ലോ. രാവിലെ എഴുന്നേറ്റിട്ട് വണ്ടിയുടെ 4 ടയറും ചെക്കിയിട്ട് ചിലരൊക്കെ പോകാറുണ്ട്, ഡ്രൈവർമാരൊക്കെ ഉണ്ട് പ്രൊഫഷണൽ. അല്ലാതെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ 4 വണ്ടിയുടെ ടയറൊന്നും ചെക്ക് ചെയ്തിട്ടാലും എന്തൊരു വിശ്വാസമായിരുന്നു ഞങ്ങൾക്കല്ലേ ടയർ കമ്പനിക്കാരെയും കാറുകാരെയൊക്കെ എന്തൊരു. പക്ഷേ ദൈവത്തിൽ ഇത്ര വിശ്വാസമില്ല. നാട്ടിലൊക്കെ ഉണ്ടല്ലോ അല്ലല്ല. ഇവിടെ നമ്മൾ നാട്ടിൽ തന്നെ ഈ പാർക്കിലൊക്കെ എഴുതി വെക്കും, പെയിൻ്റ് അടിച്ചിട്ടേ ഉള്ളൂ, ഉണങ്ങിയിട്ടില്ല, തൊട്ട് നോക്കരുത്. എന്നാലും നമ്മൾ ആരും കാണാതെ തൊട്ട് നോക്കെന്താ ഉണങ്ങിയിട്ടുണ്ടോ. അപ്പം നമുക്ക് ആരെയും വിശ്വാസമില്ല. പക്ഷെ പലതിനും വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. നമ്മുടെ പേര് വിശ്വാസികളെന്നാൽ നമുക്ക് ഏറ്റവും കുറച്ചുള്ളതും വിശ്വാസമാണ്. എന്തിനാ നമ്മളിങ്ങനെ വിളിക്കുന്ന അറിയത്തില്ല. നമ്മളെ വിളിക്കുന്ന വിശ്വാസികളെന്നാ, പക്ഷെ നമുക്ക് എന്തിനാ വിശ്വാസമില്ലാത്ത. അപ്പം ഈ ഭാവിയെക്കുറിച്ചിരുന്ന് ആലോചിച്ചിട്ട് ഒരു ഗുണവും ഇല്ല. അതാത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. അപ്പം എത്ര പോയി കിട്ടി? 30 കൂടെ പോയി കിട്ടി. ഇനി ബാക്കി എത്ര ഉണ്ട്? 40. ഈ 40ൽ 10% എന്ന് പറയുന്നത് നമ്മുടെ രോഗത്തെക്കുറിച്ച് നമ്മൾ തന്നെ അങ്ങ് ഡയഗ്നോസ് ചെയ്യും. ഡോക്ടർമാരാകും. തലവേദന വന്ന ഉടനെ നമുക്ക് ഇങ്ങനെ ചാക്കോച്ചിന് ഈ തലവേദനയെല്ലാം തുടങ്ങി ചിലപ്പോൾ ബ്രെയിൻ ട്യൂമർ ആയിരിക്കും. പിന്നെ അന്നത്തെ ദിവസം പോയി കിട്ടി. പിന്നെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഈ പേടിപ്പിക്കുന്നവരുമുണ്ട്. ഈ രോഗികളെയൊക്കെ വന്ന് കാണുമ്പോൾ പറയും എന്തുവായിരുന്നു നെഞ്ചുവേദന. അയ്യോ ഇന്നലെ കുഞ്ഞമ്മയ്ക്ക് ഇതുപോലെ ഒന്ന് നെഞ്ചുവേദന വന്നതേ ഉള്ളൂ, ആളും തട്ടി. ദൈവമക്കളെ എല്ലാവരെയും പേടിപ്പിക്കരുത്. നിങ്ങൾ രോഗമൊന്നും പറഞ്ഞ് വെന്റിലേറ്ററിൽ കിടക്കുവാണേലും കർത്താവെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കും. നമുക്കറിയാൻ പോകുമെന്ന്, എന്നാലും ഉള്ള ജീവൻ നമ്മളായിട്ട് കളയണ്ട. അതുകൊണ്ട് നമ്മളിങ്ങനെ ആശ്വാസത്തിൻ്റെ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. നമുക്കറിയാം ബുദ്ധി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. അപ്പോൾ എല്ലായിടത്തും ആത്മാവിലൊന്നും പ്രാർത്ഥിക്കാൻ പറ്റാത്ത ചിലയിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തേ ഒക്കത്തുള്ളൂ? ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചേ ഒക്കത്തുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ രോഗത്തെ നമ്മൾ ഡയഗ്നോസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം എല്ലാം ദൈവത്തിൻ്റെ ദാനം. അതും പോയി കിട്ടി. ബാക്കി എത്ര ഉണ്ട്? ബാക്കി 20 അല്ലല്ലേ? എത്ര? 20 അല്ലയോ? അത് എത്ര? 20 ആണോ 30 ആണോ? 30. ആ 30ൽ ഒരു 10 എന്ന് പറയുന്നത് നമ്മളെ ബാധിക്കാത്ത പ്രശ്നത്തിൽ പോയി തലയിടും. വഴിയേ പോകുന്ന എല്ലാറ്റിലും പോയി നമ്മൾ എന്ത് ചെയ്യും? തലയിടും. അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തില്ല. ഒരാൾ വന്ന് അവിടെ ഇരുന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അവർ നമ്മളോട് ആവശ്യപ്പെടാത്ത ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കാൻ പോരും. കാരണം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സദൃശവാക്യത്തിൻ്റെ വാക്യമുണ്ട്, തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയേ പോകുന്ന നായുടെ ചെവിക്കൂടി. സദൃശ്യം 17:22. കാരണം ആവശ്യമില്ലാതെ നമ്മൾ പോയി വഴിയേ പോകുന്നൊരു നായുടെ ചെവിക്ക് പിടിച്ച് അത് കടിച്ചിട്ട് പിന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. 2 പേര് തമ്മിൽ പിണങ്ങിയിരിക്കുകയാണ്. അവരെ അടുപ്പിക്കുന്ന നല്ല കാര്യമാണ്, പക്ഷേ സൂക്ഷിച്ചോണം, അവസാനം അവർ രണ്ടും നിങ്ങളുടെ ശത്രുക്കളായി മാറും.
അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. നമ്മളെ സംബന്ധിക്കാത്ത ഒരു കാര്യത്തിലും നമ്മൾ അധികം ഇടപെടാൻ പോകരുത്. ഇനി അതും പോയിക്കിട്ട് ഇനി ബാക്കി എത്ര ഉണ്ട്? 20. അത് കൂട്ടത്തിലുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. കർത്താവിനെ സേവിക്കുന്നവർക്ക് കുറച്ച് കഷ്ടതയൊക്കെ ഉള്ളത് കൊണ്ടാണ് ദൈവമക്കളെ നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. അല്ലല്ലേ? എല്ലാം തികഞ്ഞവരായിരുന്നുവെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ കാണത്തില്ലായിരുന്നു. എല്ലാം ഉള്ളവരായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇന്നിവിടെ ആരാധനയ്ക്ക് വരത്തില്ലായിരുന്നു. ജീവിതത്തിൽ ഏതോ വൈഷമ്യ ഘട്ടങ്ങളിൽ ദൈവത്തിലുള്ള ആശ്രയമാണ് നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മുടെ ആകുല ചിന്തകളെ നാം ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഇറക്കി വെക്കാൻ പോവുകയാണ്. നമ്മുടെ ഭാരങ്ങളെയൊക്കെ, നമ്മുടെ പ്രയാസങ്ങളെ ഒന്ന് ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഇറക്കി വെക്കുന്ന പകലായി മാറട്ടെ. അതുകൊണ്ടാണ് പത്രോസ് പിന്നീട് ഒരിക്കൽ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് കൊണ്ടാണ്, എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് ഉത്തരം താൻ തൻ്റെ ലേഖനത്തിൽ എഴുതി വെച്ചു. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ തനിക്ക് ആ ചോദ്യത്തിന് ഉത്തരം അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് പിന്നീട് പത്രോസ് തൻ്റെ അനുയായികളോട്, തൻ്റെ ലേഖനം വായിക്കുന്നവരോട് ആത്മാവിൽ ദൂത് പറയുകയാണ്, ഞാൻ അന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എൻ്റെ പ്രാർത്ഥനയിൽ ദൈവം എനിക്ക് തന്നു, അത് നിങ്ങൾക്ക് ഞാൻ കൈമാറുകയാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും. എന്താ ദൈവമക്കളെ അതിൻ്റെ അർത്ഥം? എനിക്ക് വേണ്ടി കരുതുന്ന, ചിന്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മുടെ ചിന്തകളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ. ഇന്ന് രാവിലെ അല്ല, നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. ഈ രാജ്യത്ത് വന്നവർ നിങ്ങൾക്ക് പലർക്കും അറിയാം. നിങ്ങൾ വന്ന വഴികൾ നിങ്ങൾക്കറിയാം. ആരെങ്കിലും നിങ്ങളെ കൊണ്ടുവന്നതാണെങ്കിൽ അതിനും സ്തോത്രം ചെയ്ത്. എന്നെ ആരും അമേരിക്കയിലല്ല സ്പോൺസർ ചെയ്ത് കൊണ്ടുവന്നതല്ല. അല്ലെങ്കിൽ എൻ്റെ വൈഫ് നേഴ്സായിരുന്നു. അല്ല, പുള്ളിക്കാരി 22 വർഷം മുമ്പ് എഴുതി പാസ്സായി വന്നു. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. കാരണം എനിക്ക് മിനിസ്ട്രി ഉള്ള സമയമാണ്. പക്ഷെ വരുമ്പോൾ ഒഴിഞ്ഞ കൈയോടാണ് വന്നത്. അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞും ആയിട്ട് ഒഴിഞ്ഞ കൈയോടാണ് ഈ രാജ്യത്ത് വന്നത്. പക്ഷെ ദൈവം പറഞ്ഞു, എവിടെ പോയാലും ഞാൻ കൂട്ടത്തിലുണ്ട്. ദൈവം കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. ശുശ്രൂഷയുടെ ഭാവി എന്തായിത്തീരും, അല്ലല്ലിയ, കുടുംബത്തിൻ്റെ ഭാവി എന്തായിത്തീരും, അല്ലല്ലിയ, കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും എന്നൊക്കെ നീ ഭാരപ്പെടേണ്ട. കാരണം നിന്നെക്കുറിച്ച് ഞാൻ ഭാരപ്പെടുന്നുണ്ട്, അല്ലല്ലേ? അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നിന്നെക്കുറിച്ചുള്ള എൻ്റെ വിചാരങ്ങൾ അധികമാകുന്നു. ഹല്ലേലൂയ. അത് മണലിനേക്കാൾ അധികം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് രാവിലെ ഹല്ലേലൂയ, നിങ്ങൾ ആത്മാവിൽ അത് വിശ്വസിച്ചാട്ട് നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടേണ്ട. നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് നമ്മുടെ സകല വിചാരങ്ങളെ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വെക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് എല്ലാ പരിഹാരം ഉണ്ടായെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇന്ന് പകൽ നിങ്ങൾ ഭാരമൊഴിഞ്ഞവരായി മുറിവിട്ട് പോകണം. എന്ത് കിട്ടുമെന്നുള്ള ചോദ്യത്തിന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പക്കൽ അതിന് മറുപടിയുണ്ട്. സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ പക്കൽ എൻ്റെ വിഷയത്തിന് ഒരു മനുഷ്യന് തരാത്തൊരു മറുപടി, അത് ഞാൻ ദൂതായി ചിലർക്ക് കൈമാറുകയാണ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി അത്യധ്വാനം ചെയ്ത ശുശ്രൂഷകനാണ് ഏലിയ പ്രവാചകൻ. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ ആകാശം അടയും, പ്രാർത്ഥിച്ചാൽ ആകാശം തുറക്കും, പ്രാർത്ഥിച്ചാൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങും. അല്ലല്ലേ? ആഹാബിൻ്റെ രഥങ്ങൾക്ക് മുമ്പിൽ ശരവേഗത്തിൽ കുതിച്ചു പായുന്ന കരുത്തുള്ളവരാണ്. മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച ദൈവകൃപ ജ്വലിക്കപ്പെടും. ബാലിൻ്റെയും അശേരയുടെയും പ്രവാചകന്മാരെ വെട്ടി നിഷ്ഫലമാക്കുന്ന, അന്യ ആരാധനകളെ ശാസിക്കുന്ന അഭിഷേകത്തിൻ്റെ നിറവ് ഏലിയാവിൻ്റെ മേലുണ്ട്. പക്ഷേ ഇപ്പോൾ ഏലിയാവ് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന ചരിത്രമല്ലേ? വേഗം പറയുകയാണ്, ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുകൊണ്ട് കരയുകയാണ്. മനസ്സ് മടുത്തു. എന്താ മനസ്സിൻ്റെ മടുപ്പിതാ? ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ പ്രാണനെ എങ്ങനെങ്കിലും എടുത്തോണേന്ന്. ഇങ്ങനെ പ്രാർത്ഥിച്ച ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കർത്താവ് എനിക്കിനി ജീവിക്കണം എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? അന്നേരം നാളത്തേക്കുള്ള കഞ്ഞിക്കറിയും വെച്ചിട്ടായി പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മളൊക്കെ ചുമ്മാ പ്രാർത്ഥിക്കാൻ ദൈവത്തിനറിയാം. കർത്താവ് എനിക്കിനി ജീവിക്കണ്ട, 5 ദിവസത്തേക്കുള്ള എല്ലാം കുക്ക് ചെയ്തോണ്ടാ കാരണം നമ്മളിതൊക്കെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ദൈവത്തിനറിയാം ചുമ്മാത് പ്രാർത്ഥിക്കുന്നതാണെന്ന്. ഏലിയ പറയാണ്, എൻ്റെ പ്രാണനെ അങ്ങ് എടുത്തോണം. അങ്ങനെ എടുത്തായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവ് ചില പ്രാർത്ഥനയൊക്കെ കേൾക്കാൻ ഞാനൊരു സ്തോത്രം പറഞ്ഞാണ്. കേട്ട പ്രാർത്ഥനയ്ക്ക് സ്തോത്രം പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റാ നമ്മൾ ആഗ്രഹിച്ച പലതും ദൈവം നടത്താതിരുന്നു. അപ്പോൾ ഇവിടെ പുള്ളി ഇങ്ങനെ വിശന്ന് പൊരിഞ്ഞ് കിടന്ന് ഉറങ്ങിയാണ്. കൂർക്കം വലിച്ചുറങ്ങി, ആരുമില്ല ഉണ്ടായിരുന്ന ദാസനെയും പറഞ്ഞു വിട്ടു. ഇനി ശ്രദ്ധിക്കണം ഈ പറയുന്ന പദം. ഇവിടെ ഇവൻ്റെ ഒരു മാനസിക പ്രയാസമാണ്. ഈസ് മെൻ്റലി സ്ട്രഗ്ലിങ്. കാരണം ഭീഷണിയാണ്. കയ്യിലൊരു ലെറ്റർ, ഒരു ടെക്സ്റ്റ് മെസ്സേജ്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ കണ്ടംപററി ലാംഗ്വേജ് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കും, ബൈബിളിലെ പല കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ആനുകാലിക ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പം ഇസബേലിൻ്റെ ഒരു ടെക്സ്റ്റ് വന്നു. എന്താണ്? നാളെ ബൈ ദിസ് ടൈം ടുമോറോ യുവർ ഹെഡ് ഈസ് ഗോയിങ് ടു ബി ചോപ്ഡ്. നിൻ്റെ തല കൊയ്യാൻ പോവുകയാണ്. ഇനി നീ മേലാൽ പ്രസംഗിക്കത്തില്ല, പാട്ട് പാടത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, ഇനിയും കർമ്മയിൽ കയറത്തില്ല, കുതിരയുടെ മുമ്പിൽ ഓടത്തുമില്ല, നീ ആഹാബിനോട് സംസാരിക്കത്തില്ല, 24 മണിക്കൂറിനുള്ളിൽ നിൻ്റെ തല ഇവിടെ കാണത്തില്ല. പുള്ളി ആ ടെക്സ്റ്റ് മെസ്സേജൊക്കെ വായിച്ചിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. പുള്ളി പറഞ്ഞ്, ഇനി ഞാൻ ജീവിച്ച്
ഇരിക്കുന്നില്ല. നമ്മൾ എത്ര കരുത്തന്മാരും ക്ഷീണിച്ചു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഓർത്താണ് എത്ര പാട്ട് പാടി പ്രസംഗിച്ച് അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ ആരാധിച്ച് തുള്ളുന്ന, നൃത്തം ചെയ്യുന്ന, പ്രസംഗിക്കുന്ന, പ്രവചിക്കുന്ന പ്രവാചകൻ്റെയും ഹൃദയം മുറിവേൽക്കുന്ന ഘട്ടങ്ങളുണ്ടാകും. അതുകൊണ്ട് ആരും അലലിയ പ്രൈസ് കൊടലി ഇതിൽ നിന്ന് ഒഴിവുള്ളവരാണെന്ന് ആരും വിചാരിക്കേണ്ട. പിശാച് കണ്ടുപിടിച്ച ഏറ്റവും വലിയ ആയുധങ്ങളൊന്നാണ് ഡിസ്പ്ലേയിങ് ദ ഡിസ്കറേജ്മെന്റ് അപ്പോൺ ദ പീപ്പിൾ ഓഫ് ഗോഡ്. ദൈവമക്കളുടെ മേൽ നിരാശയുടെ ആത്മാവിനെ കൊണ്ടുവരിക. നിരാശ നിങ്ങളുടെ മേൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളല്ലാതായി മാറുമെന്നറിയാം. നിങ്ങളുടെ മേൽ നിരാശ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനേക്കുന്ന മുറിവ് നിമിത്തം നിങ്ങൾ പാടത്തില്ലെന്നറിയാം. അല്പസമയം മുമ്പ് ഒരു ആകാശം തുറക്കാൻ വേണ്ടി മുഴങ്കാല് മടക്കി പ്രാർത്ഥിച്ചവരാര്? എന്നോട് കൂടെ നിൽക്കണം കേട്ടോ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ഈ പിള്ളേരെ പുറകെ പോകാറില്ല. കാരണം ഇതിനെക്കാട്ട് കുസരിയായിരുന്നു നമ്മൾ അല്ലേ. സവായത്തിൻ്റെ ഇടയ്ക്ക് പ്ലാവേന്നൊക്കെ നമ്മളെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. പിന്നെയാണോ അവർ മുറിക്കാതെങ്കിലും വന്നിരിക്കുന്നുണ്ടല്ലോ. പ്രൈസ് കൊടലില്ല. അതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷമാണ്. സ്തോത്രം. അവരുടെ പുറകെ ഒന്നും പോകണ്ട. അവരവിടെ നിന്ന് കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ അവർ നമ്മളെക്കാട്ടി മിടുക്കരായിട്ടങ്ങ് മാറുമെന്നേ. കാരണം നമ്മൾ ഈ പറയുന്നതൊക്കെ അവരുടെ ചെവിയിൽ എവിടെങ്കിലുമൊക്കെ ദൈവം കൊണ്ട് എത്തിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നിന്നുകൊണ്ടല്ലേ നമ്മളും നിരാശപ്പെട്ടു പോകുന്ന ഒത്തിരി ഘട്ടങ്ങളൊക്കെ ഉണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെന്ന്. ഏലിയാവിനെ സംബന്ധിച്ച് ഇങ്ങനൊരു ടെക്സ്റ്റ് കിട്ടിയാൽ, ഇങ്ങനൊരു മെസ്സേജ് കിട്ടിയാൽ എന്ത് ചെയ്താൽ മതി? സത്യത്തിൽ ഞാൻ പറയുന്ന ആത്മീയ ദൂത് നിങ്ങൾ മനസ്സിലാക്കണം. പ്രാർത്ഥിച്ചാൽ മതി. കാരണം പ്രാർത്ഥിച്ചാൽ ആകാശത്തിന് എന്തോ ഇറങ്ങും? തീ ഇറങ്ങും. നല്ല തൻ്റെ ഇടമല്ലായിരുന്നു. അല്ലെങ്കിൽ 450 അശേരയുടെയും 400 ബാലിൻ്റെയും പ്രവാചകന്മാരുടെ മുമ്പിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ആകാശത്ത് നിന്ന് തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമാണ് ദൈവമെന്ന് ചങ്കുറ്റത്തോടെ പറയണമെങ്കിൽ ഏലിയാവിന് അറിയാമായിരുന്നു ഞാൻ പറഞ്ഞാൽ എന്ത് ഇറങ്ങുമെന്ന്. തീ ഇറങ്ങുമെന്ന്. അല്ലെങ്കിൽ പറയും നമ്മളൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചാടിക്കയറി കൈ കൊടുക്കത്തുള്ളൂ ഒരു കാര്യത്തിന്. ക്രൈസ്തലോടെ ഏലിയാവിന് അറിയാൻ പറ്റുന്നു മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് നീ രഥം പൂട്ടിപ്പോയിക്കൊള്ളുക. ഐ ക്യാൻ ഹിയർ ദ സൗണ്ട് ഓഫ് ആൻ അബണ്ടന്റ് റെയിൻ. എനിക്കൊരു വലിയ മഴയുടെ മുഴക്കം കേൾക്കാം. കൈപോലെ മേഘം കാണുന്നത്. ബാല്യക്കാരൻ പറയുന്നത് ഒന്നുമില്ലല്ലോ. 7 അല്ല 70 അല്ല 800 പ്രാവശ്യം നീ പറഞ്ഞാലും എനിക്കറിയാം എൻ്റെ ചെവിക്കകത്ത് കേൾക്കുന്ന മഴയുടെ മുഴക്കം. അപ്പം അത്ര തൻ്റെ ഇടമാണ്. ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല എന്ന് ആഹാബിൻ്റെ കൊട്ടാരത്തിൽ ചങ്കൂറ്റത്തോടെ പറയണമെങ്കിൽ ഏലിയാവിന് എന്ത് ധൈര്യമായിരുന്നു. ആ ഏലിയാവിന് ഈ മെസ്സേജ് കിട്ടിയാൽ എഴുന്നേറ്റ് മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ആ പ്രാർത്ഥനക്കാരനെ ഉറങ്ങുന്നവനാക്കി മാറ്റിയതായിരുന്നു പിശാചിൻ്റെ പദ്ധതി. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ എല്ലാ വിഷയത്തിനും എന്ത് കിട്ടും ഇതിനെന്താ പരിഹാരം എന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ പക്കലുണ്ടെന്ന് അറിയാവുന്ന പിശാച് അതിൽ നിന്നും നമ്മുടെ ശ്രദ്ധ എടുത്തു മാറ്റി. അതാ നാം വചനത്തിൽ കൂടെ ഈ ദിവസങ്ങളിൽ എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് എല്ലാം തരുന്ന ദൈവത്തിങ്കിലേക്ക് മുഖം തിരിക്കുക. ഏലിയാവെന്ന പ്രാർത്ഥനക്കാരനെ, ഏലിയാവെന്ന പ്രവാചകനെ, ഏലിയാവെന്ന കരുത്തനെ, ഏലിയാവെന്ന അഭിഷിക്തനെ, ഏലിയാവെന്ന നിറവുള്ളവനെ, ഏലിയാവെന്ന ദൈവ പുരുഷനെ കിടപ്പിലാക്കുന്ന പിശാചിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കാര്യം മനസ്സിലായി. അല്ലല്ലോ, ഇവിടെ സാധാരണ ഏലിയാവിന് 3 രീതിയിലാണ് ഭക്ഷണ ക്രമീകരണങ്ങൾ. ഒന്ന്, ആരംഭത്തിൽ ഏലിയാവിനോട് ദൈവം പറഞ്ഞു. ഇനി അതുകൂടെ ശ്രദ്ധിച്ചോണം കേട്ടോ. ഈ ഏലിയാവിന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോട് ഞാനൊരു പബ്ലിക് സ്പീക്കർ ആയതുകൊണ്ട് പറയുകയാണ്. ഏലിയാവിന് ആകാശം തുറക്കാനുള്ള കൃപയുണ്ട്. ഏലിയാവിന് ആകാശത്ത് തീ ഇറക്കാനുള്ള കൃപയുണ്ട്. ഡോളർ ഉണ്ടാക്കാമെന്ന കൃപ മാത്രം മനസ്സിലായല്ലോ. വിശന്നാൽ എവിടെ ഇരിക്കണം? ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന അഭയാർത്ഥികൾ കൂട്ട് കാക്കയുടെ മുമ്പിൽ പോയി നോക്കിയിരിക്കണം. അതുകൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പണം ഇരട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ തന്ത്രവുമായി വരുന്നവരെ വിശ്വസിക്കുകയേ ചെയ്യരുത്. അങ്ങനൊരു കൃപാവരം ദൈവം ആർക്കും കൊടുത്തിട്ടില്ല. നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരുന്നവനാ ദൈവം. ഹല്ലേലൂയ. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ പറയുമ്പോൾ അത് ദൈവം നടത്തി തരും. തെളിവ് നിങ്ങളിവിടെ ജീവനോടെ ഇരിക്കുന്നു. ഇന്നലെ വരെ നടത്തിയെങ്കിൽ മേലാലും ദൈവം 50 വർഷത്തേക്ക് ലീവൊന്നും എടുത്തിട്ടില്ല. 50 വർഷം നടത്തിയെങ്കിൽ ദൈവം തരുന്ന ഈ ആയുഷ്യം ദൈവം നമ്മളെ നടത്തിക്കൊള്ളും. അതിൻ്റെ സമൃദ്ധി എന്താ, വലിപ്പം എന്താണെന്ന് തമ്പുരാൻ തീരുമാനിക്കട്ടെ. നിങ്ങളതിൽ ഭാരപ്പെടേണ്ട. ഏലിയാവിനെ വിശക്കുമ്പോൾ കാക്ക ആഹാരം കൊണ്ട് കൊടുക്കുമായിരുന്നു. എങ്ങനെ കാക്ക കൊണ്ട് കൊടുത്തതെന്നൊക്കെ ഞാൻ ഒത്തിരി നാൾ തല പോയി ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകെ ഒന്നും പോയിട്ടില്ല. കാരണം ഇയാൾക്ക് ആഹാരം മിനിമം ഒരു 3 ദോശയെങ്കിലും തിന്നുണ്ടല്ലോ. ആര് തിന്നണം? ഇനി നിങ്ങൾ 3 കുറഞ്ഞു പോയോ? ഇരിക്കട്ടെ 10. പിന്നെ ഈ പാർശ്വം എന്തോ പറഞ്ഞു പിടിപ്പിക്കുന്നത്. ഞങ്ങൾ 6 7 തട്ടുന്നവരാ. അതിൻ്റെ ഇടയ്ക്ക് 3 എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 5 ദോശ കഴിക്കണം എന്നുണ്ടെങ്കിൽ കാക്ക എത്ര പ്രാവശ്യം പറക്കണം? ഒരു കാക്കയുടെ ചുണ്ടിനകത്ത് എത്ര അപ്പം കൊള്ളും? കൂടി വന്നാൽ നല്ല ആരോഗ്യമുള്ള കാക്കയാണെങ്കിൽ സണിവറന്നല്ലയോ ഒരു അപ്പുമല്ലേ കൊണ്ടുപോകാൻ പറ്റത്തും. എത്ര കാക്ക പറന്ന് കാണാം. ഇനി 2 കാക്ക കമ്പേ വെച്ച് കെട്ടിയാണോ കൊണ്ടുപോയത്? ആർക്കറിയാം? അതറിയത്തില്ല. അപ്പം പോകുന്ന വഴിക്ക് പാട്ട് പാടാൻ പാടില്ല. എന്താ പാട്ട് പാടി എന്ത് പോകും? അപ്പം താഴെ പോകും. വഴിയെ പോകുന്ന ആൾക്കാർ ആക്ഷേപിക്കും. സാധാരണ നമ്മുടെ കൂട്ടത്തുള്ള കാക്കകളാരും ഇന്ന് വരെ ഇങ്ങനെ പറന്നിട്ടില്ലല്ലോ. ഇവനെന്തിനാ ഇങ്ങനെ പോകുന്നത്? നിനക്കറിയണോടോ എന്ന് ചോദിച്ചാൽ പോയി. അതുകൊണ്ടാണ് പലരും പറയുന്നതിൻ്റെ പുറകെ നമ്മൾ പോകാത്തത്. നിങ്ങൾ
നിങ്ങൾ കൊത്തിയിരിക്കുന്ന നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾ പിടിച്ചിരിക്കുന്ന നന്മ നിങ്ങൾക്കേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ആ വഴിയെ പോകുന്നവരുടെ പുറകെ അവർ പറയുന്നതിൻ്റെ പുറകെ കമൻ്റ് ഇടാനും അതിന് മറുപടി കൊടുക്കാനൊന്നും പോകരുത്. കാരണം നിങ്ങൾ കൊത്തിപ്പിടിച്ചിരിക്കുന്നത് നിങ്ങളുടെ ചുണ്ട് വിട്ട് പോകാതിരിക്കേണ്ടതിന്, നിങ്ങളുടെ കൃപ ചോർത്തിക്കളയുന്നതിൽ ഒന്നും നിങ്ങൾ ചെന്ന് പെടരുത്. അപ്പോൾ എത്ര പ്രാവശ്യം പറഞ്ഞു ഇറച്ചി എങ്ങനെ കൊണ്ടുപോയത്? കാരണം ഓരോരുത്തർക്ക് എന്താ ഇഷ്ടം എന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. ഏലിയാവിൻ്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ വെള്ളയപ്പം സ്റ്റൂ ആണ്. അതുകൊണ്ടാണല്ലോ അപ്പവും ഇറച്ചിയും കൊടുത്തത്. പത്രോസിന് അപ്പവും മീനുമാണ് ഇഷ്ടം, അതുകൊണ്ടാണ് അത് കൊടുത്തത്. അവരവർക്കുള്ള ഇഷ്ടമുള്ള എന്താന്ന് ഇന്ന് രാവിലെ ഞങ്ങളിങ്ങനൊക്കെ പ്രസംഗിക്കുന്നെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിന് എന്താ വേണ്ടത് ഈ വചനത്തിൽ കൂടെ വ്യാഖ്യാനിച്ച് തരുന്നവൻ ദൈവമാണ്, മനുഷ്യരല്ല. ഇവിടെ നിൽക്കുന്ന പാസ്റ്റർ അല്ലെങ്കിൽ എത്രയും പഠിച്ചിട്ടുണ്ടല്ലോ, പാസ്റ്റർ ബൈബിൾ വ്യാഖ്യാനിച്ചില്ല. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാച്ചാ അല്ലേ, ഓരോ ടേസ്റ്റായി. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന 5 അപ്പവും 5 മീനും കൊണ്ട് 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചല്ലോ. കേട്ടിട്ടില്ലേ? എന്തോ ഒരു സന്തോഷമല്ലേ. നമുക്കിത് പറയാൻ വലിയ എളുപ്പമാണ്. ഇവിടെ ഇന്ന് പിന്നെ പാസ്റ്റർ കാനഡയിലും അമേരിക്ക ഇതൊന്നും പറയാം. ഇവിടെ 5000 അപ്പം കൊണ്ട് 5 പേരെ പോഷിപ്പിക്കുന്ന കാലം ഞാൻ ഈ പറഞ്ഞു വരുന്ന അന്നത്തെ കാലത്തല്ലിയ ഈ ഒരു മോൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന 5 അപ്പം നിങ്ങളുടെ മക്കൾ എന്താ കഴിക്കുന്നത് ആർക്കറിയത്തുള്ളൂ? നിങ്ങൾക്കേ അറിയത്തുള്ളൂ. കുഞ്ഞുങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചല്ലേ കൂടുതൽ നമ്മൾ ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലേ. അപ്പം ഈ മോന് കഴിക്കാൻ പറ്റിയ 5 അപ്പവും അവന് പറ്റിയ 2 മീനും ആര് വറുത്ത് കൊടുത്തത്? മമ്മി വറുത്ത് കൊടുത്തത്. ഇതവിടെ കൊണ്ടുവന്നിരിക്കുമ്പോഴാണ് നമ്മുടെ അന്തർയോസ് വന്നതും കണ്ടുപിടിക്കുന്നതും ഇത് കൊണ്ടു കൊടുക്കുന്നതും. മുന്നിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എത്ര? 5000 കുടുംബങ്ങളാണ്. 5000. അതുകൊണ്ടാണ് പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂടാതെ 5000 എന്ന് പറയുമ്പോൾ 5000 കുടുംബങ്ങളാണ്. അപ്പോൾ 5000 ഫാമിലീസാണ്. അപ്പോൾ ആ കാര്യം ഓർത്താൽ മതി. 5000 കുടുംബത്തിൽ ഇന്നത്തെ പോലെ എണ്ണിച്ചുട്ടി അപ്പം പോലെ 2-3 പിള്ളേരൊന്നും അല്ല, 10-15 ഉണ്ട്. എത്ര പിള്ളേരും നല്ല ഉണ്ടെന്ന് നമുക്ക് പോലും അറിയത്തില്ല. ഇനി വലിയൊരു സമൂഹം, അതിന് ആവശ്യം വലുത്. കയ്യിലുള്ള റിസോഴ്സ് എത്ര? 5 അപ്പവും അതിന് 2 മീനും. ഇനി യേശു കയ്യിലെടുത്ത് വാഴ്ചെന്ന് പറയും. അതൊന്നും എൻ്റെ പ്രസംഗ വിഷയം വർദ്ധനവൊന്നും അല്ല വിഷയം. ചാക്കോച്ചാന് ഡയബറ്റിക് കൂടിയിട്ട് വെള്ളയപ്പത്തിനകത്ത് മധുരം ചേർക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഉണ്ടേ? പ്രൈസ്തലിയ. കുഞ്ഞമ്മയ്ക്കാണെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് എണ്ണയെ ചുട്ട ഒരു മീനും കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ കൊണ്ടുവന്നത് വെല്ലോരുടെ വീട്ടിലെയാണ്. വെല്ലോരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അപ്പം, വെല്ലോരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വറുത്ത മീന്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നു അല്ലല്ല, മത്തായി 14 എല്ലാവരും തിന്ന് തൃപ്തരായി. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് എരിയായിരുന്നു ഇഷ്ടം. എൻ്റെ അതിരത്തിൽ വന്നപ്പോൾ ആ മീൻ ആവശ്യത്തിന് എരി ഉണ്ടായിരുന്നു. നിങ്ങൾ ആഹാരം കഴിച്ചെങ്കിൽ ഇന്ന് വരെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തൃപ്തിയോടെ കഴിച്ച് എത്ര പേരുണ്ടെന്ന്. നിങ്ങളുടെ വീട്ടിൽ തന്നെ 5 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എരി വേണം, ഒരാൾക്ക് പുളി വേണം, ഒരാൾക്ക് ഉപ്പ് വേണം, ഒരാൾക്ക് മധുരം വേണം. പിന്നെ നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോവുകയല്ലേ ചെയ്യുന്നത്. പക്ഷെ തൃപ്തി തരാൻ ദൈവത്തിനെ കഴിയത്തുള്ളൂ. ഇത് തന്നെയാണ് ദൈവദാസന്മാർ ദൈവവചനം പ്രാർത്ഥനയോടെ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ കൈ കൊടുക്കും. ദൈവം അത് വാഴ്ത്തും, നുറുക്കും, ജനത്തിന് കൊടുക്കും. ഹല്ലേലൂയ. വിടുതൽ വേണ്ടവന് വിടുതൽ, സൗഖ്യം വേണ്ടവന് സൗഖ്യം. അവരവരുടെ അതിരത്തിലെത്തുമ്പോൾ അതിൻ്റെ രുചിയാക്കി മാറ്റുന്ന നിൻ്റെ വചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം. അത് തേനിലും തേൻകട്ടയിലും മധുരമേറിയതായി മാറുന്നു. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു എന്ന് വചനം പറയുന്നതിൻ്റെ കാരണം ഇവിടെ നിന്ന് മുഴങ്ങുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ചെവിയിലെത്തുമ്പോൾ നിങ്ങളുടെ വിഷയമായി മാറുന്നതിൻ്റെ കാരണം അതാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതാ ദൈവത്തിൻ്റെ പദ്ധതി. അപ്പോൾ പത്രോസ് അല്ലെങ്കിൽ ഭാരപ്പെടും. ഏലിയാവ് അവിടെ കിടക്കുമ്പോൾ കാക്ക വരുന്നോ? ഹല്ലേലൂയ. അതല്ല, ദൈവത്തിനറിയാം ഈ പ്രശ്നത്തിന് പരിഹാരം കാക്ക വന്നാൽ തീരുന്ന പ്രശ്നം അല്ല. നിങ്ങളുടെ ചില വിഷയത്തെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്ക സംസാരിപ്പാൻ ഇന്ന് പകൽക്കാലം പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. കെരീത് തോട്ടിലിരുന്ന ദിവസങ്ങൾ 2.5 വർഷക്കാലം പറന്നു വന്ന കാക്കയുടെ ചിറകടി കൊണ്ട് മാറുന്ന വിഷയമല്ല ഏലിയാവിൻ്റെ ചൂരച്ചെടിയുടെ കീഴിലെ വിഷയം. ഇനി അല്ല, കുറച്ച് നാൾ കഴിഞ്ഞ് സരേഫാത്തിലേക്ക് പോയി അവിടെ വിധവയുടെ വീട്ടിൽ പാർത്തു. അവിടെ അല്ലേ അന്ന് അപ്പവും അല്ലിയ മാവും ഉണ്ടാക്കാൻ ഒരു പിടി ഉള്ളായിരുന്നു. എലിയാവിൻ്റെ അല്ലെങ്കിൽ കൽപ്പനയാൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ കലത്തിലെ മാവ് വർദ്ധിച്ചു, കലശത്തിൽ എണ്ണ വർദ്ധിച്ചു. ഇപ്പോൾ സുഭിക്ഷിതമാണ്. അവിടെ 3 നേരം ദോശ മുടങ്ങാതെ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ആ മോൻ ഇപ്പം ഇച്ചിരി വളർന്നിട്ടൊക്കെ ഉണ്ട്, അവൻ വേണമെങ്കിൽ എന്ത് കൊണ്ട് കൊടുക്കാം? ദോശ കൊണ്ട് കൊടുക്കാം. പ്രൈസ് കൊടല്ലേ. അപ്പം ഇന്നലത്തെ കാക്ക പറന്ന് വന്നാലോ സരേഫാത്തിലെ വിധവയുടെ വീട്ടിലെ കലത്തിലെ മാവ് കൊണ്ടുണ്ടാക്കിയ ദോശ വന്നാലോ തീരുന്ന പ്രശ്നമല്ല ഇപ്പോൾ ഏലിയാവിൻ്റെ പ്രശ്നം. അവിടെ മനുഷ്യൻ്റെ കൈ തൊടാത്ത അടയുമായി ദൈവം തൻ്റെ ദൂതനെ അയച്ചു. ഷഥുനാഥകന. ഇന്ന് പകൽക്കാലമല്ലേ ഒരു മനുഷ്യൻ്റെ കൈ തൊടാത്തൊരു വിടുതൽ മാത്രമേ നിനക്കിവിടെ നടക്കത്തുള്ളെന്ന് ദൈവത്തിനറിയാം.
ഒരു കാക്ക പറന്നു വന്നാൽ തീരുന്ന വിഷയമല്ല ഇത്. ഒരു സരേഫാത്തിലെ വിധവയുടെ വീട്ടിലെ കലത്തിലെ എണ്ണയും മാവും കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരാട കൃത്രിമമായി ഉണ്ടാക്കിയ ഒന്നും നിനക്ക് നടക്കത്തില്ല. ഈ മണ്ണിലെ ഒരു മനുഷ്യൻ്റെയും കൈതൊടാത്ത പറന്നു വരുന്ന ദൈവത്തിൻ്റെ ആലോചന ഇന്ന് പകൽക്കാലം ചൂരച്ചെടിയുടെ കീഴിൽ നിന്ന്, നിന്റെ നിരാശയുടെ താഴ്വരയിൽ നിന്ന് ആരെയൊക്കെ കൈപിടിച്ച് ഉയർത്തുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. എത്ര പേരതിന് ആമേൻ പറയും? യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല, ഒരു അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവൃത്തി. ഒരു മനുഷ്യൻ്റെ കരമല്ല, ഒരു അസാധാരണമായ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ബുദ്ധിക്കപ്പുറത്ത്, മനുഷ്യൻ്റെ ചിന്തയ്ക്കപ്പുറത്ത്, മനുഷ്യൻ്റെ ആലോചനയ്ക്കപ്പുറത്ത് എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന്, എങ്ങനെ നടക്കുമെന്ന ചോദ്യത്തിന്, ആര് സഹായിക്കുമെന്ന ചോദ്യത്തിന് ഇന്ന് പകൽക്കാലം ഇറങ്ങി പ്രവർത്തിക്കുവാൻ ആത്മാവിൽ എത്ര പേര് കർത്താവിനെ സ്തുതിക്കും? എനിക്ക് വേണ്ടി മാത്രം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടും. അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എവിടുന്നാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം എൻ്റെ തലയ്ക്ക് മുകളിൽ അടിക്കുന്ന ഈ നട്ടുച്ചക്കത്തെ വെയിലിൻ്റെ നടുവിൽ മരിക്കുമെന്ന ആഗ്രഹത്തോടെ ഇവിടം കൊണ്ട് അവസാനിക്കും, ഇവിടം കൊണ്ട് അവസാനിക്കും എന്ന് പറഞ്ഞിടത്ത് ഒരു പുത്തൻ ഉണർവ് തരുവാൻ ഇന്ന് പകൽക്കാലം ഒരു ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി ചലിക്കുന്നു. ദുരമന വൈശര ജുനഗല വൈഡമന സ്തരധാരികനം ധര ജനഗല ഉഡമന രഖരബല ഔഷല ജാരികലം ധര ജനഗന അർക്കല വൈഷഭരാധികന സ്തര ജുനഗര വൈഡല അബ്തൽ കടഗന വൈഡമനാധികരം ധര ജാന ദുരമന വൈഡമന സ്തര ജാന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റീബല ബൗഷല ജുനഗര ദുനമന ഹദരഗന അസ്തര. ഹല്ലേലൂയ. തൻ്റെ കയ്യിൽ ലഭിച്ച ഇസബേലിൻ്റെ സന്ദേശവും മരണഭീതിയും മയക്കവുമായി മാത്രം ഇരിക്കുന്ന ഹല്ലേലൂയ ഏലിയാവിന് വേണ്ടി ദൂതൻ അടയുമായി കടന്നു വന്ന് അവൻ്റെ അതരത്തിൽ വെച്ച് കൊടുത്തു. അവന് വെള്ളവും കൊടുത്തിട്ട് അവന് ലഭിച്ചിരിക്കുന്ന കൈയെഴുത്തിനെ മാറ്റി ഒരു ദൂതും കൊടുത്തു. ഹല്ലേലൂയ. ഇസബേൽ പറഞ്ഞത് വിത്തിൻ 24 hours യു വിൽ ബി നോ മോർ ഇൻ ദിസ് വേൾഡ്. അവിടെ ദൈവത്തിൻ്റെ ആലോചന ഏറിയ ദൂരെ യാത്ര ചെയ്യാനുണ്ട്. ഇന്ന് രാവിലെ ഹൂസ് റിപ്പോർട്ട് യു ആർ ഗോയിങ് ടു ബിലീവ്? ഇന്ന് രാവിലെ ഡോക്ടർ പറഞ്ഞത് വിശ്വസിക്കണമെങ്കിൽ അതിൻ്റെ പുറകെ കൂടാം. ദൈവം പറയുന്നു ഏറിയ ദൂരം. ലോകം പറയുന്നു 24 മണിക്കൂർ അവധി, ദൈവം പറയുന്നു ഏറിയ ദൂരം. ഇന്ന് പകൽക്കാലം അവസാനിച്ചു എന്ന് പറഞ്ഞ് ഡേറ്റ് കുറിച്ച ചിലതിനെ ദൈവം ഇന്ന് പകൽക്കാലം ഡേറ്റ് മാറ്റി എഴുതാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവം ചിലരുടെ മേലുള്ള പിശാചിൻ്റെ എഴുത്ത്, കയ്യെഴുത്ത്, എവരി റൈറ്റിംഗ് ആൻഡ് എവരി ഡിമാൻഡ്സ്, എവരിത്തിങ് ദാറ്റ് റിട്ടൺ അഗൈൻസ്റ്റ് യു ഇന്ന് പകൽക്കാലം ദൈവം തിരുത്തി എഴുതാൻ പോവുകയാണ്. ഹി ഈസ് അബ്സല്യൂട്ട്ലി മേക്ക് ആൻ ഓവർ റൈറ്റിംഗ്. ഇന്ന് രാവിലെ ദൈവം ചിലത് തിരുത്തി എഴുതാൻ പോവുകയാണ്. എസ്തേറിന് 30 ദിവസം രാജസനം ചെല്ലുവാൻ അനുവാദമില്ല. പക്ഷെ 3 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ 27 ദിവസത്തെ കലണ്ടർ വെട്ടിത്തിരുത്തിയിട്ട് പിറ്റേന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം മനുഷ്യൻ വെച്ച ചില അവധികളെ ഇന്ന് പകൽ ദൈവം കലണ്ടർ തിരുത്തി മാറ്റാൻ പോകുകയാണ്. ഇങ്ങനെ പറയുവാൻ ആത്മാവെന്നെ ഹേമിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നു. ആർക്കൊക്കെ വേണ്ടി ദൈവം ചില അവധികൾ വെട്ടിമാറ്റാൻ പോകുകയാണ്. ദൂരാമാന ചില രേഖകൾ ഇന്ന് പകൽ എനിക്ക് വേണ്ടി ദൈവം തിരുത്തുന്നുവെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഞാൻ ആരാധിച്ചത് കൊണ്ട്, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് എന്ത് കിട്ടും എന്ന ചോദ്യത്തിന് ഈ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ കയ്യൊപ്പ്. ദുരാമാന ഹഥാരാമാന, ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പ്. ചിലർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കയ്യൊപ്പ്, ചിലർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കയ്യൊപ്പ്. ആരൊക്കെയോ നിനക്ക് വിരോധമായി എഴുതിയ സകല രേഖകളെയും തിരുത്തി എഴുതുന്ന ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പത്രോസ് ചോദിക്കുന്നു, ഞാൻ നിന്നെ സേവിക്കാൻ ഇറങ്ങി, എനിക്ക് എന്ത് കിട്ടും? ഹല്ലേലൂയ. അതിൻ്റെ മറുപടികൾ മാത്രം വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് പോകാം. 17-22 തൊട്ട് വായിച്ചാണ്. മത്തായി 17-22 തൊട്ട് വേഗം വേഗം. അതിനെ തൊട്ട് താഴോട്ട് വരുമ്പോൾ ഹല്ലേലൂയ, കരം പിരിക്കുന്നവർ, ചുങ്കം പിരിക്കുന്നവർ അവരുടെ അടുക്കിലേക്ക് കടന്നു വന്നു. ആ വാക്യം. ചുങ്കം പിരിക്കുന്നവർ ഹല്ലേലൂയ അവിടേക്ക് കടന്നു വന്നിട്ട്, സ്തോത്രം, നിങ്ങളുടെ ഗുരു കരം കൊടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആരും കൊടുത്തിട്ടില്ല കൂട്ടത്തിൽ.
പത്രോസിന് കൊടുത്തിട്ടില്ല, പുള്ളി കൊടുത്തിട്ടില്ല. പക്ഷേ അവർക്കറിയാം യേശുവിനെ വാക്കിൽ പിടിക്കാം, പത്രോസിനെ കഴുത്തിനും പിടിക്കാം, എവിടെ വെച്ച് കിട്ടിയാൽ അതറിയാം. അതുകൊണ്ട് അവർ പറഞ്ഞത് പത്രോസിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല, കാരണം ഇവരെ എവിടെ വെച്ച് വേണമെങ്കിലും പിടിക്കാം. പക്ഷേ ചോദ്യം എൻ്റെ മുമ്പിൽ കൊടുത്തു, നിങ്ങളുടെ ഗുരു ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? കരം കൊടുത്തിട്ടില്ല. തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് യേശു പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ഒഴിവുള്ളവരാണ് നമ്മൾ, പക്ഷേ നീ അതിനകത്ത് വിഷമിക്കൊന്നും വേണം, നീ ഒരു കാര്യം ചെയ്യും. അല്ലല്ലേ, പത്രോസിൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഒരു തീയാ, എൻ്റെ കാര്യം ആരടയ്ക്കും, എൻ്റെ ടാക്സ് ആരടയ്ക്കുമ്പോൾ നടക്കുക? ആരാ? പത്രോസ്. ഞാൻ സകലതും വിട്ട് നിൻ്റെ പുറകെ വന്നത്. യേശു പറഞ്ഞ് വിഷമിക്കേണ്ട, നിനക്കറിയാവുന്നൊരു ജോലിയുണ്ട്, എന്താ? മീൻ പിടുത്തം. നമ്മുടെ അറിയാവുന്ന പ്രൊഫഷൻ തന്നെ നിങ്ങളുടെ വരുമാന മാർഗമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിവുണ്ട്. അത് വിശ്വസിക്കണം ഇന്ന് രാവിലെ. ഹല്ലേലൂയ. ഈ രാജ്യത്ത് നിങ്ങളുടെ പ്രൊഫഷൻ കൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടായില്ലല്ലോ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ്റെ മേൽ ഇന്ന് പകൽ ദൈവം കൈവെക്കാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ അറിവുള്ള കാര്യങ്ങളെ, നിങ്ങൾക്കറിയാവുന്ന കാര്യത്തെ ഒന്ന് വർദ്ധിപ്പിച്ചു തരുവാൻ ദൈവത്തിന് കഴിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ പോയി ചൂണ്ടയിടാൻ പറയും. ഇവിടെ വലിയ പഴയതുപോലെ നീ വലയെടുത്തുകൊണ്ട് പടകെടുത്തുകൊണ്ട് പോയി വലിയ മീൻപിടുത്തം നടക്കി പേടിക്കൊന്നും വേണ്ട, നീ പോകണം. ഇത് കറക്റ്റായിട്ടാണ് കർത്താവ് പറഞ്ഞു. നീ പോകുമ്പോൾ ഹല്ലേലൂയ ഒരു അസാധാരണ കാഴ്ച കാണും. ഒരു മത്സ്യം. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ സംബന്ധിച്ച് മത്സ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ക്ലാസ് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. മത്സ്യത്തിന് എന്ത് കാണും, എന്ത് നീളം കാണും, കിട്ടിയാൽ എന്ത് കാണും, വാ തുറന്നാൽ എന്ത് കാണും ആർക്കറിയാം? പത്രോസിനറിയാം. ഒരു മത്സ്യത്തിൻ്റെ അതിരം തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അതിരത്തിൽ നിന്ന് എന്ത് പുറത്തു വരുന്ന ആർക്കറിയാം? പക്ഷേ നീ കാണാത്തൊരു കാഴ്ച കണ്ട് തഴമ്പിച്ചെടുത്ത് ഇന്ന് പകൽക്കാലം നിൻ്റെ കണ്ണുകൊണ്ട് കാണിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്നലെ വരുന്ന നാറുന്ന കുടല് മാത്രം കണ്ട ചില സ്ഥാനത്ത്, ഇന്നലെ മാത്രം പ്രതികലിയ യാതൊരു പ്രയോജനവും വിലയും വിലപിടിപ്പുമില്ലാത്തിടത്ത് ദൈവത്തിൻ്റെ ചില നിക്ഷേപങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. ഒരു ചതുർദ്രഹ്മപ്പണം നിൻ്റെ കൈകൊണ്ട് നീ പുറത്തെടുക്കും. അത് നിനക്ക് മാത്രം, എനിക്ക് മാത്രമല്ല, എനിക്കും നിനക്കും വേണ്ടി. എന്ത് കിട്ടും കർത്താവേ? ഞാൻ ചോദിക്കാത്തതിന് പോലും എൻ്റെ ഹൃദയത്തിൻ്റെ വേദന അറിഞ്ഞ് ഇന്ന് പകൽ മറുപടി തരുന്ന ദൈവം. ഇന്ന് പകൽക്കാലം ആ വേദന കർത്താവിന് മനസ്സിലായെന്നേ. ഞാൻ സകലവും വിട്ട് നിൻ്റെ പുറകെ വന്നല്ലോ കർത്താവേ. ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയ്ക്ക് വന്ന ജനത്തോട് പറയുവാൻ ഇങ്ങനെ ഒരു സന്ദേശം പരിശുദ്ധാത്മാവ് എന്നെ ഹേമിപ്പിച്ചു പറയുന്നു. ഇന്ന് പകൽ ആ ഭാരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഹല്ലേലൂയ കയ്യൊപ്പ് പതിഞ്ഞു കഴിഞ്ഞു. അത് വിശ്വസിച്ചോണം. ഇന്ന് രാവിലെ മടങ്ങിപ്പോകുന്നത് മറുപടിയായിട്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ അതിൻ്റെ ഹല്ലേലൂയ അതരം തുറന്നപ്പോൾ ഒരു ചതുർദ്രഹ്മപ്പണം അതെടുത്ത് കരം വിട്ടത്തക്കവണ്ണം. എനിക്കറിയത്തില്ല ഒരു വർഷത്തിൽ നിങ്ങളുടെ ടാക്സ് എത്ര ആണെന്ന്. ഹല്ലേലൂയ. എത്രയോ വലിയ ടാക്സ് ആയിരിക്കും. ഒരു മത്സ്യത്തിനെ വിറ്റാൽ എത്ര കിട്ടും? നിങ്ങൾ ഉദ്ദേശിക്കും കർത്താവ് ഇതെങ്ങനെ ഈ വഴി തുറക്കുന്നതെന്ന്. ദൈവത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ വലുതാ ദൈവമക്കളെ. ദൈവത്തിൻ്റെതായ വഴികളുണ്ടെന്ന്. ദൈവത്തിന് പ്രവർത്തിപ്പാൻ ദൈവത്തിൻ്റെതായ വഴികളുണ്ട്. കാറ്റിലും കൊടുങ്കാറ്റിലും വഴിയുണ്ടെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് വഴി എവിടെയൊക്കെയുണ്ട്? കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ടെന്ന്. എല്ലാം പറപ്പിച്ച് പാറിച്ച് കളയുന്നു പറഞ്ഞ് വീശി അടിക്കുന്ന കാറ്റിൽ. ഹല്ലേലൂയ. സ്തോത്രം. കാറ്റിലും ഉണ്ട്, കൊടുങ്കാറ്റുണ്ട്. വെള്ളപ്പൊക്കത്തിൻ്റെ നടുവിൽ ഒരു പെട്ടകം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാറ്റൂടെ അടിച്ചാൽ ഉള്ള ഹല്ലേലൂയ പിന്നെ ഉള്ള വിശ്വാസം കൂടെ പോകത്തില്ലേ? പക്ഷേ അന്ന് നോഹയുടെ പെട്ടകത്തിൽ അടിച്ച കാറ്റ് പെട്ടകം മുക്കാനല്ല, പർവ്വതത്തിൽ പെട്ടകത്തെ ഉറപ്പിക്കാനായിരുന്നു. ഗോഡ്സ് വേസ് ആർ ഇൻ ദ വേവ് ആൻഡ് ദ വിൻഡ്സ്. കാറ്റിലും തിരമാലയിലും ദൈവത്തിന് വഴിയുണ്ട്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ നടന്നു പോവുകയാണ്. ഹല്ലേലൂയ. അവർ പിറുപിറുത്തു, ഞങ്ങൾക്ക് മരുഭൂമിയിൽ ഇറച്ചി തരുവാൻ ദൈവത്തിന് കഴിയുമോ? സ്തോത്രം. നല്ല ആഗ്രഹമാണല്ലോ. ചോദിച്ചു. ഹല്ലേലൂയ. പിറുപിറുപ്പൊക്കെ ആയിക്കോട്ടെ. പെട്ടെന്നൊരു കാറ്റടിക്കുകയാണ്. ഇവരെ പറപ്പിച്ച് ചെങ്കടയിൽ കളയാനുള്ള കാറ്റല്ല ഇത്, കാടപ്പക്ഷിയെ കൊണ്ടുവരുന്ന കാറ്റായിരുന്നു. ഇന്ന് രാവിലെ നിങ്ങളുടെ പ്രതികൂലത്തിൻ്റെ നടുവിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ ഉദ്ധാരണത്തിൻ്റെ വഴി. ഹല്ലേലൂയ. നിങ്ങളുടെ ചോദ്യത്തിനടിയിൽ തന്നെ ദൈവത്തിന് ഉത്തരവുണ്ടെന്ന്. മോറിയാമലയിലേക്ക് നടന്നു പോകുന്ന അബ്രഹാം ഇസ്ഹാഖൂടെ നടന്നു പോവുകയാണ്. ഉൽപ്പത്തി 22-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. രണ്ടുപേരോട് ഒരുമിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ, സാധാരണ സഭായോഗത്തിന് പോകുമ്പോൾ ബൈബിളും പാട്ടുപുസ്തകവും തമ്പേറും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്തോ ഇല്ല, ആട്ടുംകുട്ടി ഇല്ല. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ആരാധനയിൽ എന്തെങ്കിലും കുറഞ്ഞാൽ പിള്ളേർ കണ്ടുപിടിക്കും. ഡാഡി എന്താ പണ്ടത്തെ ചൂടൊന്നും ഇല്ലല്ലോ, മമ്മി പണ്ടത്തെ ചൂടൊന്നും ഇല്ല. അതിനവിടെ നമുക്ക് ചൂടുണ്ടായിട്ടുണ്ട് അവർ കണ്ടുപിടിക്കുന്നില്ലേ? അല്ലേ? നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് കർത്താവിനെ സേവിക്കുന്നതെങ്കിൽ എവിടെങ്കിലും ഒരു പോരായ്മ. ഹാവ് യു എവർ അവർ ചിൽഡ്രൻ നോട്ടീസ് സംതിങ് വി ആർ മിസ്സിങ് ഇൻ ദ സാങ്ച്വറി? ആലയത്തിനകത്ത് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണത്തക്കവണ്ണം ഒരു റിമാർക്കബിൾ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആലയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതിനുവേണ്ടിയൊക്കെ കൊതിക്കണം ദൈവമക്കളെ. പ്രാർത്ഥന, ഈ ഉപവാസ പ്രാർത്ഥനയിലെ ഒരു സ്പിരിച്വൽ എൻറിച്ച്മെൻറ്റ് ആലയത്തിൽ ഉണ്ടാകണം. The children should experience what we are missing in the sanctuary. ദൈവാലയത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് അവർക്ക് ഫീൽ ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ വിറകുണ്ട്, കത്തിയുണ്ട്, ഹല്ലേലൂയ, തീയുണ്ട്, ഓമയാത്തുള്ള ആട്ടിൻകുട്ടി
ദൈവത്തിന് രണ്ട് കാര്യം അവിടെ തെളിയിക്കണം. ഒന്ന്, സ്തോത്രം, അബ്രഹാമിൻ്റെ തൊഴുത്തിലെ ആട് വേണ്ട ദൈവത്തിൻ്റെ യാഗം നടക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ദൈവദാസൻ ഇവിടെ പറഞ്ഞല്ലോ, ദൈവം നമുക്ക് എല്ലാ സാമ്പത്തിക നന്മകളൊക്കെ തന്നു, അത്യാവശ്യം നമ്മളെ മില്ലിനേഴ്സ് എന്നുള്ള അർത്ഥത്തിലല്ല, അത്യാവശ്യമൊക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചോദിച്ചാലും അവർക്ക് ഒരുമാതിരിപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കത്തക്കവണ്ണം ദൈവം നിങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം, ഡാഡിയുടെ തൊഴുത്തിലെ ആടുകൊണ്ടല്ല എൻ്റെ കാര്യം നടക്കുന്നത്. അതാണ് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച് വാങ്ങുവാൻ. നമ്മളൊക്കെ പണ്ട് ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യും? എൻ്റെ ബ്രദറിനോ അല്ലെങ്കിൽ എൻ്റെ ബ്രദറിനോടെ ഫാദർ ഒത്തിരി റിച്ച് ആയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, വലിയ. അപ്പം വലിയ ഒത്തിരി സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു. ഒരു മകൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ബ്രദറിനോ കാര്യം പറഞ്ഞു വരുന്നത് 18 വയസ്സുള്ള സമയത്ത് പുള്ളിക്ക് ഒരു മോട്ടോർ ബൈക്ക് വേണം. അപ്പോൾ പുള്ളി എന്ന് അപ്പനോട് പറഞ്ഞു, ഡാഡി എനിക്കൊരു മോട്ടോർ ബൈക്ക് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പം അന്ന് അല്ലെങ്കിൽ പിന്നെ ആ ദൈവദാസൻ്റെ വേറൊരു ഫ്രണ്ടും കൂടെ മുറിക്കകത്ത് വന്നിരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളി ഓടി വന്ന് പറഞ്ഞത്, എനിക്കൊരു ബൈക്ക്. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് എൻ്റെ എല്ലാ ആവശ്യങ്ങളും പ്രാർത്ഥിച്ചാണ് വാങ്ങിയത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നിൻ്റെ ആവശ്യം എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് വാങ്ങണം. ഇയാൾ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, പുള്ളി പറയുകയാണ്. അപ്പം ഇദ്ദേഹം ചെന്നിട്ട് മുറി അങ്ങോട്ട് 18 വയസ്സുള്ളപ്പോൾ നടന്ന കാര്യം പറഞ്ഞത്. ഇന്ന് 58-60 വയസ്സുണ്ട് എന്നെ പണ്ടത്തെ കാര്യം പറഞ്ഞു. അപ്പം മുറി അങ്ങോട്ട് തുറന്നിട്ടിട്ട് മറ്റേ ഫ്രണ്ട് പാസ്റ്ററുടെ കേൾക്കത്തണം പ്രാവശ്യം, കർത്താവേ ഹല്ലേലൂയ, എൻ്റെ ഡാഡിയുടെ പൈസ ഉണ്ടെന്ന് ദൈവത്തിന് അറിയാം, ഞാൻ ചോദിച്ചിട്ട് തന്നില്ല, അതുകൊണ്ട് പുള്ളിയോട് പറഞ്ഞ് എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചു തരാം. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇനി നീ പ്രാർത്ഥിക്കണ്ട, ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുകയാണ്, പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. ഡാഡിയുടെ ജോലിയുടെ കഴിവ് കൊണ്ടല്ല മോനെ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത്. കുഞ്ഞുങ്ങളെ ദൈവാശ്രയം പഠിപ്പിക്കണം നമ്മൾ. ടീച്ച് ദം. ഒരാവശ്യം അവർ ചോദിക്കുമ്പോൾ കൊടുക്കണം, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവരുടെ ഒരു ഇനിഷ്യലി പറയണം, എന്താവശ്യം ഉണ്ടെങ്കിലും ദൈവത്തോട് ചോദിക്കണം, പ്രാർത്ഥിച്ചിട്ട് വരണം. നമുക്ക് സമ്പത്തുണ്ടാക്കാൻ ദൈവം ആ ശക്തി തരുന്നത്. കൈയൊന്ന് തളർന്നു പോയാൽ, കണ്ണം നടഞ്ഞു പോയാൽ, ബുദ്ധിയൊന്ന് മറിഞ്ഞു പോയാൽ, ആരോഗ്യമൊന്ന് പോയാൽ, കിടപ്പിലായാൽ ഈ നന്മയൊക്കെ എങ്ങനെ വരും? അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം വരെ പഠിപ്പിക്കണം. അതുകൊണ്ട് സ്തോത്രമല്ലിയ, അബ്രഹാം മകന് കൊടുത്ത മറുപടി നാം കൊടുക്കണം. എന്ത് കിട്ടുമെന്നുള്ളതിൻ്റെ മറുപടി. മോനെ, ആട്ടിൻകുട്ടി എവിടെയെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ അബ്രഹാമിന് പറയാം, നമുക്ക് ബാല്യക്കാരെ വിട്ട് കൊണ്ടുവരാനുള്ളതേ ഉള്ളൂ. ഒരാവശ്യം വന്നാൽ മോനെന്തിനാടാ വിഷമിക്കുന്നത്? ഹല്ലേലൂയ. നാട്ടുകാർ മൊത്തം പറഞ്ഞല്ലോ അബ്രഹാം ബഹുസമ്പന്നനാണെന്ന്, 1000 കോടി ആടുകൾ എൻ്റെ വീട്ടിലുണ്ടല്ലോ, വേണമെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് വരാം. പക്ഷെ പറഞ്ഞത് യഹോവ ഈരെ, ദൈവം കരുതിക്കൊള്ളുവെന്ന്. ഈ ഒരു ചിന്ത തലയ്ക്കകത്തോട്ട് കയറട്ടെ കുഞ്ഞുങ്ങളുടെ ജീവിതയാത്ര. ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുമുള്ള സന്ദേശം ഇത് തന്നെയാണ്. ഈ രാജ്യത്ത് എന്ത് പ്രതിസന്ധി വന്നാലും ദൈവം കരുതിക്കൊള്ളും. കാരണം ഞാൻ പോകുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. ദാറ്റ്സ് എ കണ്ടീഷൻ. ഞാൻ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി മല കയറുന്നത് കൊണ്ട്. പക്ഷെ അബ്രഹാമിനറിയാം, ഞാൻ കൊണ്ടുപോകുന്ന ആട്ടിൻകുട്ടി എൻ്റെ കൂടെയുണ്ട്. ഇത് വെട്ടും മുറിയും ചാരമാകും, മിച്ചമൊന്നുമില്ല. പക്ഷെ വാഗ്ദത്തം പറഞ്ഞു യഹോവ ഈരെ. അങ്ങനെ വിശ്വാസം വിളിച്ചു പറഞ്ഞത് കൊണ്ട് തിരിച്ച് കത്തുമെന്നും ചാരമാകുമെന്നും പറഞ്ഞതിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പുതിയൊരു വാഗ്ദത്തവുമായി അബ്രഹാം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാട്ട് യഹോവ ഈരെ. എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം യഹോവ ഈരെ. എന്ത് കിട്ടും? ഇന്ന് പകൽക്കാലം എൻ്റെ മകൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് വാക്ക് കൊണ്ട് കൊടുക്കുവാൻ എനിക്ക് മറുപടിയില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നാമത്തിൽ എനിക്കൊരു ഉത്തരവുണ്ട്. സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ എനിക്കൊരു ഉത്തരമുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ 13-14 വാക്യങ്ങളിൽ അബ്രഹാം അവിടെ ഒരു യാഗപീഠം പണിതു, യഹോവ ഈരെ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയുടെ മറുപടിയുമായി കടന്നു വന്ന ഒരു യാഗം കഴിക്കത്തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്താൻ പോവുകയാണ്. ഇന്ന് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി നിങ്ങൾ ഈ ആലയത്തിൽ തന്നെ വന്ന് സാക്ഷ്യം പറയും. എത്ര പേരത് വിശ്വസിക്കുന്നു? ഈ ജൂലൈ മാസം 25-ാം തീയതി ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ഹല്ലേലൂയ, ഞങ്ങൾക്ക് എന്ത് കിട്ടും, എൻ്റെ ഭാവി എന്താകും എന്ന ചോദ്യത്തിന് ഉത്തരമായി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾക്ക് ഉള്ളിൽ ഈ ആലയത്തിൽ കടന്നു വന്ന് ആ വിഷയത്തിന് ദൈവം എന്നെ സഹായിച്ചു എന്ന് മറുപടി പറയത്തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് പത്രോസേ ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ മുറിവ് മാറ്റുന്ന ദൈവത്തിൻ്റെ കരം ഈ നടുക്കടലിൽ തന്നെയുണ്ട്. പ്രൈസ് ലോർഡ്. ഒന്നും കൂടെ നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 28, 29, 30 വാക്യങ്ങൾ. മത്തായി 14-ന്റെ 28, 29, 30. നിങ്ങൾക്കറിയാവുന്ന സംഭവമാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ശേഷം പ്രൈസ് കടലിയ ശിഷ്യന്മാരെ നിർബന്ധിച്ച് യേശു അക്കരയ്ക്ക് അയക്കുന്നു. അവർ പോകുന്ന വഴിക്ക് കാറ്റ് പ്രതികൂലമായതുകൊണ്ട് രാത്രി മുഴുവൻ വലിയ കാറ്റടിച്ച് പടക് തകരുന്ന മട്ടത്തിലായി. അവസാനം അവരും ആശയൊക്കെ നശിച്ചിരിക്കുമ്പോൾ 4-ാം യാമത്തിൽ യേശു കടലിന് മീതെ നടന്നു വന്നപ്പോൾ ഹല്ലേലൂയ പ്രൈസ് അവർ ഓർത്ത് ആരാ വരുന്നതെന്ന്.
ഭൂതം വരുന്നതെന്ന് ഓർത്ത്. എന്നാൽ പിന്നെ അങ്ങ് ശാസിച്ചാൽ പോരുന്നത്. കാരണം 10-ാം അധ്യായത്തിൽ യേശു അധികാരം കൊടുത്തിട്ടുണ്ട്. എന്ത്? ദൈവമക്കളെ, ചില സമയത്ത് ശാസിക്കാനും തോന്നത്തില്ല, പ്രാർത്ഥിക്കാനും തോന്നത്തില്ല. അല്ലല്ലേ? ശാസിക്കാനും ഒന്നും തോന്നത്തില്ല. ചിലപ്പോൾ നമുക്ക് ഈ പറയാനും പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണ്. ചില സമയത്ത് ഇതൊന്നും വരത്തില്ല. സ്തോത്രമല്ലിയ. അങ്ങനെ ഭൂതമാണെന്ന് തോന്നി. അവസാനം കർത്താവ് പറഞ്ഞു, അല്ല നിങ്ങൾ പേടിക്കേണ്ട, ഭൂതത്തിന് അസ്ഥി മാംസമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു യേശുവിന് അല്ലെ അങ്ങോട്ട് വരികയാണ്. പത്രോസ് പറഞ്ഞു, കർത്താവെ നീ ആകുന്നുവെങ്കിൽ നിൻ്റെ അടുക്കിലേക്ക് ഞാൻ വരുവാൻ എന്നോട് കൽപ്പിക്കാം. അങ്ങനെ പുള്ളി വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി നടന്ന് കുറച്ച് ചൂട് അങ്ങോട്ട് വെച്ച് കാറ്റ് പ്രതികൂലമായതുകൊണ്ട് പെട്ടെന്ന് നോക്കി എന്ത് ചെയ്തു? പത്രോസ് വെള്ളത്തിൽ എന്ത് കിട്ടുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണ്. സ്തോത്രം. പെട്ടെന്ന് വെള്ളത്തിൽ താഴാൻ തുടങ്ങി. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, അയ്യോ കർത്താവേ, അവിടെ സേവ് മീ എന്നൊരു പദമാണ്. എൻ്റെ കർത്താവേ എന്നെ രക്ഷിക്കണേ. ഒറ്റ പ്രാർത്ഥന. അവിടെ നിന്നുണ്ട് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വല്ല സമയമുണ്ടോ? ചില സമയത്ത് അങ്ങനെ സമയമൊന്നും കിട്ടത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ചില വിഷയത്തിനകത്ത് ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാൻ വിശ്വസ്തനും വല്ലവനും നീതിമാനും വലിയവനുമായ യഹോവേ, ഇന്ന് പകൽക്കാലം ഞാൻ കടന്നു വന്നിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ചവിട്ടുന്നതൊന്നും കിട്ടുന്നില്ല, താഴോട്ട് പോകുന്നു, എന്നെ ഇതൊന്നും സമയമില്ല. അപ്പോൾ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, കർത്താവേ. ചില സമയത്തൊന്നും നമുക്കിങ്ങനെ നീട്ടി പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. രക്ഷിക്കണേ കർത്താവേ, സഹായിക്കണേ കർത്താവേ, ശക്തിപ്പെടുത്തണമേ കർത്താവേ, അയ്യോ മനസ്സലിയണമേ. ഈ ഒറ്റ വാക്കിനൊക്കെ സ്വർഗം ഇറങ്ങി വരുമെന്ന്. ഹല്ലേലൂയ. പ്രാർത്ഥനയെന്ന് പറയുന്ന ഉടനെ ചിട്ടപ്പെടുത്തിയ പ്രാർത്ഥന മാത്രമല്ല, ഇന്ന് പകൽക്കാലം ഹൃദയത്തിന്റെ മാംസപ്പലകയ്ക്കകത്ത് തട്ടിയ ഒറ്റ വാക്ക് മതി, ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. ശത്രുരാധകൻ പ്രവാചകന്മാരൊക്കെ തലയൊക്കെ വെച്ചിട്ട് പറയും, ഒരു 3 ദിവസം ഉപസിക്കണം. നല്ല കാര്യം, ഉപസിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളെല്ലാം പട്ടിണി കിടക്കുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഹല്ലേലൂയ, ഞാൻ പറയുന്നത് അതല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയ ഒരു പദം അങ്ങ് പറഞ്ഞാട്ട്, ഹൃദയത്തിൻ്റെ വേദന അങ്ങോട്ട് ഷെയർ യുവർ ബേർഡൻ വിത്ത് ഗാഡ്. അല്ല, എൻ്റെ കർത്താവെ, ഞാൻ ചവിട്ടുന്നിടം കിട്ടുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ആ പടകിനകത്ത് ഇരിക്കുന്നതിൽ 8 പേരിലധികം മീൻപിടുത്തക്കാരാണ്. ഇവർ വിചാരിച്ചാൽ ആരെ രക്ഷിക്കാച്ചാ? കാരണം പത്രോസ് നല്ല നീന്തൽ അറിയാവുന്നതല്ലയോ. ചില സമയത്ത് നമ്മുടെ കഴിവുകളൊക്കെ നിശ്ചലമായി പോകുമെന്ന്. പ്രൈസ് കൊടലിയ പഠിച്ചതും മറന്നു പോകുന്ന കാലഘട്ടമുണ്ട്. അറിയാവുന്ന ജോലി ചെയ്യാൻ പറ്റാത്ത കാലഘട്ടമുണ്ട്. കടലിൽ ജനിച്ചു വളർന്ന് ജീവിച്ചവന് കടലിൽ ചവിട്ടിയെടുത്ത് കിട്ടുന്നില്ല. ഇനി കൂടെയുള്ളവർ വിചാരിച്ച ചാടി ഇറങ്ങി ആരെ പിടിച്ച് കയറ്റാം? ചിലർക്കൊന്നും തോന്നത്ത് പോലുമില്ല നമ്മളൊന്ന് സഹായിക്കാൻ. അല്ലല്ലേ? അന്ത്രയോസ്, യാക്കോബ്, ഫിലിപ്പോസ്, ബർത്തോലമായി, അല്ലല്ലേ, ഇവരെല്ലാം നീന്തറിയാവുന്നവരാണ്. കടലിനകത്ത് മീൻ പിടിച്ച് നടന്നവരാ. അവർ വിചാരിച്ചാലും ആരെ പിടിച്ച് കയറ്റാം? പത്രോസിനെ. ചിലർക്കൊന്നും നമ്മളെ സഹായിക്കാൻ പോലും തോന്നത്തില്ല. ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അവരുടെ കണ്ണിൽ നമ്മൾ പെടത്തില്ലെന്നേ. നമുക്കറിയാവുന്ന പ്രൊഫഷൻ, നമുക്കറിയാവുന്ന കഴിവ്, നമുക്കറിയാവുന്ന ബുദ്ധി, നമ്മൾ പഠിച്ചത്, പ്രാക്ടീസ് ചെയ്തത് ഒക്കെ നിഷ്ഫലമായി പോകുന്ന ചില സീസൺ വരും. അന്നും ഒരു കൈ എനിക്ക് വേണ്ടി അനുകൂലമായി കടന്നു വരും. ശതുനാഥകല, ഞാൻ നിന്നെ സകലതും വിട്ട് സേവിച്ചു, ഞാൻ നിന്നെ സകലതും വിട്ടിറങ്ങി. എന്ത് കിട്ടും? എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ, നിൽക്കക്കള്ളിയില്ലാതെ വരുന്നൊരു സാഹചര്യത്തിൽ നീ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, നടുക്കടലിൽ മുങ്ങുമ്പോൾ, കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞവർ കൂട്ടത്തോടെ വിട്ടുപോകുമ്പോൾ, ആലിംഗനം ചെയ്യുവാൻ ഒരു കരം അവൻ കൈ നീട്ടി, ഹല്ലേലൂയ, അവനെ പിടിച്ചു കയറ്റി. ഇന്ന് പകൽക്കാലം ഞാൻ ആ കരം കാണുന്ന വിശ്വാസത്തോടെ. ദൂരാബാലാബ ശതുരാധര. ഇന്ന് പകൽക്കാലം ഐ ക്യാൻ സീ ആൻ ഔട്ട്സ്ട്രെച്ച്ഡ് ആം ഓഫ് ജീസസ്. ഇന്ന് പകൽ ആരുടെയൊക്കെ അടുക്കലേക്ക് ആ വലങ്കരം കടന്നു വരുന്നു. നീ ചവിട്ടുന്നിടം താണു പോകുന്നു, അല്ല നിലയില്ല കയത്തിലേക്ക് മുങ്ങുന്നു. ഇനി ഞാൻ പുറത്തു വരത്തില്ല. സഹായിക്കാമെന്ന് പറഞ്ഞവരൊക്കെ മാറിപ്പോയി, കൂടെ നിന്നവരൊക്കെ കൂട്ടത്തോടെ പോയി, ഒറ്റപ്പെട്ടു പോയി. പക്ഷെ ഇന്ന് പകൽക്കാലം ആ നിരാശയുടെ നടുക്കടലിൽ എല്ലാം അവസാനിച്ചിടത്ത് സഹോദര നീ ഫുൾ സ്റ്റോപ്പ് ഇട്ടിടത്ത്, സഹോദരി നീ മതിൽ കെട്ടി ഇവിടെ തീർന്നു എന്ന് പറഞ്ഞിടത്ത് ഒരു പുത്തൻ ആരംഭം കുറിക്കുവാൻ, ഹല്ലേലൂയ, നിന്നെ പിടിച്ചു കയറ്റുന്ന ഒരു ദൈവത്തിന്റെ കരം ചിലർക്ക് വേണ്ടി ചലിക്കുന്നു. എനിക്ക് എന്ത് കിട്ടും നിന്നെ സേവിച്ചിട്ട്? ഇതാ നിന്നെ മടക്കി തരുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകും നേരം. ആരും സഹായം എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകും നേരം. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ട് എന്നറിഞ്ഞതിലുള്ള സമേ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ട് ജ്ഞാതിലുള്ള
എൻ്റെ ദൈവം സ്വർഗ സിംഹാസന തന്നിലെന്നിൽ കനി എന്നെ ഓർത്തിടുന്നു. ഓ എൻ്റെ ദൈവം സ്വർഗ ഋബലഭാഷരാധകന് എന്നിൽ കനിഞ്ഞെന്നെ കരയും കാക്കയ്ക്കും വയലിലേറോ സയ്ക്കും ഭക്ഷ്യവും പാങ്ങിയും നൽകും നാവേ. വയലി കാക്കയ്ക്കും വയലിലേറോ സയ്ക്കും ഭക്ഷ്യ പാങ്ങിയും നൽകും നാവൻ. കാട്ടിലെ ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വനെ നോക്കിയിടുന്നു. ഓ കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശ്വനെ. എൻ്റെ ദൈവം, ഓ എൻ്റെ ദൈവം സ്വർഗ ദുരമന വൈശര ജുനകലൻ എന്നിൽ കനിഞ്ഞെന്നെ. ഹല്ലേലൂയ. ഓ എൻ്റെ ദൈവ സ്വർഗ സിംഹാസന തന്നിലെന്നിൽ കനി നീടും. ഓ എൻ്റെ ദൈവം സ്വർഗ ദുരമന വൈശര ജുനകല വൈഡമനസ്തരം. ഹല്ലേലൂയ. ഞങ്ങൾ സകലതും വിട്ട് നിന്റെ പിന്നാലെ പുറപ്പെട്ടു. കർത്താവേ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? കർത്താവിൻ്റെ മറുപടികളാണ് നാം പഠിച്ചു വരുന്നത്. ഒരു ഭാഗം കൂടെ പറഞ്ഞ് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം. യോഹന്നാൻ 21-ാം അധ്യായം. അതിൻ്റെ ആരംഭം മുതലുള്ള വാക്കുകൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അല്പം മുമ്പ് ഞാൻ ഓർപ്പിച്ചതാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം നിരാശയുള്ള ഹൃദയത്തോടു കൂടെ പത്രോസിൻ്റെ കൂടെ 7 പേരോടെ ചേർന്ന് മീൻപിടുത്തത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. നിരാശ ഞാൻ ഓർപ്പിച്ച പോലെ തന്നെ ഏത് ഭക്തനും നിരാശപ്പെട്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടാത്തൊരു രാത്രി അധ്വാനിച്ചു. അതാണ് പത്രോസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയാം. ഹാർഡ് വർക്കറായിരുന്നു. ഹി വാസ് നോട്ട് എ ലേസി മാൻ. യേശു ആദ്യമായിട്ട് പത്രോസിനെ കണ്ടുമുട്ടുന്നതും ഗലീല കടലപ്പുറത്ത് വെച്ചാണ്. ലൂക്കോസ് 5-ാം അധ്യായം. അവിടെയും പറയുന്നത്, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടി. ലൂക്കോസ് 5-ാം അധ്യായത്തിലുണ്ട്, ഒന്നും കിട്ടിയില്ല. അധ്വാനിക്കുന്നവനാണ്. പക്ഷെ അധ്വാനം ഇവിടെ ശ്രദ്ധിക്കണം. അധ്വാനിക്കാഞ്ഞിട്ടല്ല സഹോദര സഹോദരി, അല്ലല്ലേ, നിൻ്റെ ജീവിതത്തിൽ പലതും ഫലമില്ലാത്തത്. ഹല്ലേലൂയ. ജോലി ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, പക്ഷെ അധ്വാനിക്കുന്നെങ്കിലും ഒന്നും കിട്ടാത്ത അവസ്ഥ. പക്ഷേ യേശു പറഞ്ഞു, പടകിൻ്റെ വലത്തുവശത്തേക്ക് വല വീശി. ഏത് ഗലീല കടല്, ഈ ദൂത് ശ്രദ്ധിച്ചോണം, നിനക്ക് മത്സ്യം തന്നില്ലയോ, അതേ ഗലീല കടലിൽ നിന്ന് നിന്നെ കൊണ്ട് ദൈവം മത്സ്യം പിടിപ്പിക്കും. ഏത് ഗലീല കടല് നിനക്ക് ഹല്ലേലൂയ നന്മ തന്നില്ലയോ, നിന്നെ നോക്കി പല്ലളിച്ച് കാട്ടിയോ, അതേ ഗലീല കടലിൽ നിന്ന് നിന്നെ കൊണ്ട് മത്സ്യം പിടിപ്പിക്കും. അല്ലല്ലോ, ഇനി ഞാൻ ഈ സ്റ്റേറ്റ് അങ്ങ് വിട്ടു പോകണോ, അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തോട്ട് മൂവ് ചെയ്യണോ എന്നൊക്കെ ആരെങ്കിലും മനസ്സിൽ ചഞ്ചലിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് ദൂത് പറയുന്നു, ഈ പട്ടണത്തിൽ തന്നെ. ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും നിന്നെ നോക്കി ചിരിച്ചു കാണിച്ച് നിനക്കിവിടെ നന്മയില്ലെന്ന് പറഞ്ഞ ഈ ഗലീല കടലിൻ്റെ ആഴത്തിൽ തന്നെ നിന്റെ വലയ്ക്കകത്തുള്ള മത്സ്യം തമ്പുരാൻ കരുതി വെച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. 2, ഹല്ലേലൂയ, ഏത് വല കൊണ്ട് നീ വല എറിഞ്ഞിട്ട് വെറും കൈയോടെ മടക്കി വെക്കേണ്ടി വന്നോ, അതേ വല തന്നെ ദൈവം നിറയ്ക്കാൻ പോകുകയാണ്. ശബല രഖനബന ഹതുര ദിയാരബന ഹംദൽ കടകന. കർത്താവേ, ഹല്ലേലൂയ, ഐ ട്രൈഡ് വിത്ത് ദ സെയിം നെറ്റ്. ഈ നെറ്റാണല്ലോ ഇന്നലെ ഞാൻ വെറും കൈയോടെ മടക്കി വെച്ചത്, ഈ വലയാണല്ലോ ഞാൻ മടക്കി വെച്ചില്ല. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ദൂത് പറയുന്നു, ഇതേ വല ദൈവം നിറയ്ക്കാൻ പോകുകയാണ്. ഇതേ വല ദൈവം നിറയ്ക്കാൻ പോകുക. ഇതേ വല വിശ്വാസത്തോടെ ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ ആമേൻ പറഞ്ഞു. ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, ആരുടെ മുമ്പിൽ പുകഴാനല്ല. ഇന്ന് പകൽക്കാലം നിങ്ങളത് വിശ്വസിക്കുന്നു. എൻ്റെ ഈ വല കൊണ്ട് തന്നെ, എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെ, എൻ്റെ ഈ ബുദ്ധി കൊണ്ട് തന്നെ, എൻ്റെ ഈ ആരോഗ്യം കൊണ്ട് തന്നെ, എൻ്റെ ഈ ജീവിതം കൊണ്ട് തന്നെ ദൈവം ഒരു വഴി തുറക്കുമെന്ന്. ഞങ്ങൾ നിന്നെ സേവിക്കാൻ ഇറങ്ങിയിട്ട് എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽക്കാലം എന്നെ കൊണ്ട് ദൈവത്തിന് ഈ പട്ടണത്തിൽ ഭൗതികം മാത്രമല്ല പറഞ്ഞു വരുന്നത്, ആത്മീക നന്മകളും ആത്മാക്കൾ ഇല്ലെന്ന് മാറ്റിവെച്ചെടുത്ത് കടലിൽ മറഞ്ഞു കിടക്കുന്ന ജീവനുള്ള മത്സ്യങ്ങളെ നിന്റെ ആലയത്തിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
പത്രോസെ നിന്റെ കഴിവുകേട് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് പത്രോസ് മാറിയിട്ട് വേറൊരാൾ കയറട്ടെന്ന് യേശു പറഞ്ഞില്ല. ഏത് ശീമോൻ പരാജയപ്പെട്ടോ ആ ശീമോനെ കൊണ്ട് ദൈവം മത്സ്യം പിടിപ്പിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ആ ദൂത് അകത്തോട്ട് കയറിക്കാട്ടെ. അങ്ങനെ കൊണ്ട് കയറി വരുമ്പോഴാ ഹല്ലേലൂയ പെരുത്ത മീൻകൂട്ടൊക്കെ വലിച്ചു വരുമ്പം കരയിൽ ദൈവം തെളിയിച്ചു കൊടുത്തു. ഈ രണ്ട് സന്ദേശമാണ് അതിനകത്തുള്ളത്. ഒന്ന്, നിന്റെ കഴിവിനെ ഞാൻ ഇന്ന് രാവിലെ ഉപയോഗിക്കാൻ പോവുകയാണ്. നീ നിരാശപ്പെട്ടു എന്ന് പറഞ്ഞിടത്ത് നിന്റെ കൈകൾക്ക് കരുത്ത് തന്നിട്ട് നിന്റെ കൈ കൊണ്ട് ഞാൻ മത്സ്യം പിടിപ്പിക്കും. അപ്പോൾ തന്നെ നീ അറിയണം, കരയിൽ നിനക്ക് വേണ്ടി ഞാൻ മത്സ്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് കടൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലെന്ന്, എനിക്ക് വല വേണമെന്ന് നിർബന്ധമില്ല. അല്ലല്ല, നീ കൊണ്ടുവരുന്ന പെരുത്ത മീൻകൂട്ടത്തെ ചുട്ടെടുക്കുന്നതിന് നേരത്തിന് നീ അധ്വാനിക്കുന്ന സമയത്തിന്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായോ സഹോദര? നീ കഴിഞ്ഞ രാത്രിയിൽ അധ്വാനിച്ച സമയത്ത് നിനക്ക് വേണ്ടി അട ചുട്ട യേശു, നിനക്ക് വേണ്ടി മത്സ്യം വറുത്ത യേശു, അതെ, ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൂരാബാലാബ ഷത്തൂന, നിന്റെ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടി ദൈവം വഴി കണ്ടുവച്ചിട്ടുണ്ട്. അത് കുടുംബജീവിതത്തിന് വേണ്ടി ദൈവം വഴി കണ്ടുവച്ചിട്ടുണ്ട്. ജോലിയുടെ വിഷയത്തിൽ ദൈവം വഴി കണ്ടുവച്ചിട്ടുണ്ട്. ഞങ്ങൾ നിന്നെ സകലവും വിട്ട് പിന്തുടർന്നു, എന്ത് കിട്ടും? ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വഴികൾ അഗോചരമാണെന്നറിയണം. ദൈവത്തിൻ്റെ വഴികൾ അഗോചരമാണ്. ഒരു പദം പറയണമല്ലോ, ഞാൻ ഈ ഭൗതിക വിഷയം മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയല്ല. എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒടുവിലായി ചിലർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എനിക്ക് ആത്മാവിൽ നിയോഗമുണ്ട്. അതുകൊണ്ട് അല്പസമയം നമ്മൾ അതിനു വേണ്ടി എടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒടുവിലായി പത്രോസേ, നിനക്ക് എന്ത് കിട്ടും? ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 1:8 എന്ത് കിട്ടും, എന്ത് കിട്ടുമെന്ന് നീ ഭീരുത്വത്തോടെ ചോദിച്ച നാളുകളുണ്ടല്ലോ. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് ശക്തി കിട്ടും. ഹല്ലേലൂയ. യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞ നീ മറ്റൊരുത്തരും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ലെന്ന് ഇതേ ആദരം കൊണ്ട് പറയും. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ യു ഷാൽ റിസീവ് പവർ. ഇന്ന് പകൽക്കാലം ചില ബലഹീനർ ആത്മാവിൽ ശക്തിപ്പെടണം. പ്രാർത്ഥനയിൽ മടുത്തുപോയവർ പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കണം. പത്രോസ് ഹല്ലേലൂയ ഈ ശക്തി കിട്ടിയതിൻ്റെ തെളിവാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അല്ലല്ലേ, പണ്ട് ഏത് മീറ്റിങ്ങിന് പോയിരുന്നാലും ആദ്യം ഉറങ്ങിക്കളയും. പത്രോസാണ്. ആകെ 2 സഭായോഗത്തിന് യേശു ആരെ കൊണ്ടുപോയുള്ളൂ? പത്രോസിനെ കൊണ്ടുള്ളൂ. ഒന്ന് മറുരൂപമലയെ കൊണ്ടുപോയി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി 3 പേരോട് പറഞ്ഞു, ഇന്ന് നമുക്ക് 3 പേർക്ക് ഇവിടെ പോകാൻ പ്രാർത്ഥിക്കാൻ മലയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ലൂക്കോസ് 9 മത്തായി 14 മത്തായി 17 മർക്കോസ് 9 ഇതെല്ലാം മലയെ കൊണ്ടുപോയി. അവിടെ പോയി സൈറ്റ് സീയിങ് എന്നല്ല പോയത്. പക്ഷേ പ്രാർത്ഥന പറഞ്ഞ് ആദ്യത്തെ പ്രാർത്ഥന തുടങ്ങി ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴേ ആരും ഉറങ്ങിക്കളഞ്ഞു. പത്രോസ് കൂർക്കം വലിച്ച് ഉറങ്ങി. യേശു പറഞ്ഞു, ഒരു നാഴിക നിങ്ങൾക്ക്. പിന്നെ ആകെ ബോധം വീണ് ചാടി എന്നിട്ട് പറഞ്ഞു, ഞാൻ വീടുണ്ടാക്കാൻ പോവാണ്, നിനക്കൊന്ന് മോശിക്കൊന്നു ഏലിയ. ദൈവം പറഞ്ഞു, തമ്പുരാൻ പറഞ്ഞു, എനിക്ക് വീട് പണി, ഞാൻ അവിടെ മരിക്കാൻ വന്ന സമയത്ത് നീ എനിക്ക് വീട് പണിയുന്നത്. മോശയ്ക്ക് അല്ലേ കൊട്ടാരത്തിലെ സകല നിക്ഷേപം വേണ്ടാന്ന് വെച്ചവന് നീ വെച്ചു കൊടുക്കുന്ന കെട്ടിടമൊന്നും അവന് ഇഷ്ടമൊന്നുമല്ല. ഏലിയാവ് ഹല്ലേലൂയ ഈ മണ്ണിൽ ഏലിയാവിൻ്റെ ശുശ്രൂഷ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നീ വെച്ചു കൊടുക്കുന്ന കെട്ടിടത്തിലൊന്നും ഏലിയാവ് ഇരിക്കത്തില്ല. ഇതിനെ ആകെ വിളിച്ചിരിക്കുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുക്കണം. അപ്പോൾ പ്രാർത്ഥനയിൽ ഒരു സുബോധമില്ലാതെ ഉറങ്ങിക്കളഞ്ഞു. രണ്ടാമത് യേശുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ സമയത്ത് ഗെഥസമനയിലും ഇവരെ കൊണ്ടുപോയി. അന്നേരം യേശു വരുമ്പോൾ ആരും ഉറങ്ങുക? പത്രോസ് ഉറങ്ങുവാണ്. അതുകൊണ്ട് ആ പത്രോസിനോട് പറഞ്ഞത്, യേശു അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പത്രോസേ ഒരു നാഴികയെങ്കിലും നിനക്ക് എന്നോട് കൂടെ. കാരണം ശക്തിയില്ലാത്ത കൊണ്ടാണ് പത്രോസ് പ്രാർത്ഥനയിൽ ഉറങ്ങിപ്പോയത്. എന്നാൽ പരിശുദ്ധാത്മാവ് അപ്പോസ്തലപ്രവൃത്തി 1:8 എന്ത് കിട്ടുമെന്ന് ചോദിച്ച ആ പത്രോസിന് പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ പിന്നെ പ്രാർത്ഥനാ ജീവിതം ഒന്ന് ആലോചിച്ച് വേണം. വിശന്ന് പൊരിയുന്ന വയറുള്ളപ്പോഴും പുള്ളി സ്വർഗ്ഗത്തിൽ സ്വപ്നം കാണും. അപ്പോസ്തലപ്രവൃത്തി 6 കമ്മിറ്റിക്കാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ എബ്രായ വിധവമാരും ഉണ്ട്, യവനായ വിധവമാരും ഉണ്ട്. പക്ഷേ ചിലർ സാമ്പാർ വിളമ്പും, ഇവർക്ക് കൂടുതൽ അവർക്ക് കുറച്ച് വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ എന്തോ ചെയ്യണം? നിങ്ങളൊരു കാര്യം ചെയ്യും, 7 പേരെ കമ്മിറ്റിയിൽ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അച്ഛനും കൂടെ അതിനകത്ത് നോ ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും. അപ്പോസ്തലപ്രവൃത്തി 6:4. അപ്പം പണ്ട് പ്രാർത്ഥനയിൽ ഉറങ്ങിയ പത്രോസ് ഇപ്പോൾ പറയുക, ശക്തി കിട്ടിയാൽ പിന്നെ we are focusing on meditating of the scripture and spending time with God. ഇതാ ശക്തി കിട്ടും. എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാത്തവർക്ക് പ്രാർത്ഥനയ്ക്കുള്ള നിയോഗം കിട്ടും. കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ ആരാധിക്കാത്തവർ മതിമറന്ന് ആരാധിക്കും. കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ദർശനങ്ങളെ കാണും. കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ അസാധാരണത്വങ്ങൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കരുത്തായി മാറും. ഹല്ലേലൂയ. ഈ അപ്പോസ്തലപ്രവൃത്തി 3 വരുമ്പോൾ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞ് നസ്രാനായ യേശുവിൻ്റെ നാമം ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ അർത്ഥം വെള്ളിയില്ലെന്നോ പൊന്നില്ലെന്നൊന്നും അല്ല. കർത്താവ് പേടിക്കണ്ട. 5000 സഭയുള്ള വിശ്വാസമുള്ള സഭയുടെ പാസ്റ്റർമാർ. പത്രോസ് ഇത് പറയുന്ന സമയത്ത് സഭയിൽ എത്ര പേരുണ്ട്?
3000 പേര് ആദ്യമേ, പിന്നെ ഒരു 5000 2000 പേര് ചേർന്ന് 5000 പേരുണ്ട് സഭയിലെ വിശ്വാസത്തിൽ. ആ പാസ്റ്റർ പറയുന്നത് എനിക്ക് കഞ്ഞി കുടിക്കാൻ നിർത്തിയിരുന്നു. വെള്ളിയും പൊന്നും ഇല്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലല്ലേ പൈസ ഇല്ലെന്നല്ല പറഞ്ഞത്. കുഞ്ഞെ, നിനക്ക് ഞാൻ വെള്ളിയും പൊന്നും തന്നാലും നിന്നെ പിന്നെ ആരെങ്കിലും ചുമന്നുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തും. പക്ഷേ ഇനിയും ഒരു പ്രാവശ്യം പോലെ നീ ഇവിടെ ഇഴയാതിരിക്കുന്ന ഒന്ന് എൻ്റെ കയ്യിലുണ്ട്. അത് വെള്ളിക്കും പറ്റത്തില്ല, പൊന്നിനും പറ്റത്തില്ല. അതുകൊണ്ടാണ് പിന്നീട് പത്രോസ്, ഇതെല്ലാം പത്രോസിൻ്റെ ജീവിതമായിട്ട് നോക്കണം. 1 പത്രോസ് 1:13-17 എഴുതിയപ്പോൾ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളിയും തുടങ്ങിയ വിലയേറിയ വസ്തുക്കളെ കൊണ്ട് അല്ല. കാരണം നിങ്ങളുടെ വീണ്ടെടുപ്പ് നടന്നത് പണത്തിൻ്റെ ബലത്തിലല്ലെന്ന്. നിങ്ങൾക്ക് ആത്മസൗഖ്യം കിട്ടിയത് യേശുവിൻ്റെ രക്തത്താലാണെങ്കിൽ നിങ്ങളുടെ രോഗസൗഖ്യവും യേശുവിൻ്റെ നാമത്തിലാണെന്ന്. അപ്പം വെള്ളിയും പൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഡോക്ടർ വിചാരിച്ചാൽ, മരുന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഇത്. അത് പ്രവർത്തിക്കണമെങ്കിൽ യേശുവിൻ്റെ നാമം ഇവിടെ വേണം. അതുകൊണ്ട് നസ്രാനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കാം. അതാ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു വരുന്നത്. എന്ത് കിട്ടും? പ്രാർത്ഥനാ ജീവിതം മടക്കി കിട്ടുമെന്ന്. ഹല്ലേലൂയ. ഇനി അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തോൽക്കൊല്ലനായ ശീമോൻ്റെ വീട്ടിൽ ഹല്ലേലൂയ ഉപദേശിയായ ശീമോൻ പാർക്കുകയാണ്. മാറിപ്പോലെ കേട്ടോ അഡ്രസ്സ്. തോൽക്കൊല്ലനായ ശീമോൻ്റെ വീട്ടിൽ ഉപദേശിയായ ശീമോൻ പാർക്കുകയാണ്. അങ്ങനെയാണ് കൊർന്നലിയോസിന് ദൈവം കത്തൊക്കെ കൊടുത്ത് വിടുന്നത്. തോൽക്കൊല്ലനായ ശീമോൻ്റെ വീട്ടിൽ ശീമോൻ എന്ന മറുപേരുള്ള പത്രോസ് പാർക്കുന്നു. അവൻ്റെ വീട് യോപ്പയിൽ കടൽ തീരത്താകുന്നുമുണ്ട്. കത്തും പിടിച്ചുകൊണ്ട് ആര് വരിക? ഒരുത്തൻ തോൽ ഉറക്കിടുന്നവൻ, മറ്റൊരുത്തൻ പ്രസംഗിക്കുന്നവൻ. അല്ലേ അഡ്രസ്സ് മാറിപ്പോലെന്ന് ആലോചിച്ച് നോക്കി. ഈ പുള്ളി പോയി പ്രസംഗിച്ച് എന്ത് വിളിക്കും? പുള്ളി പറയും തമ്പേർ എങ്ങനെ പണിയാൻ പറ്റും, ടാമറിന് എങ്ങനെ എന്നെ ഇടാൻ പറ്റും, കുമ്മനാട് എങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന മറ്റേ പുള്ളി ഇദ്ദേഹം പ്രസംഗിക്കുന്നു. അപ്പം ശീമോൻ്റെ വീട്ടിൽ ഇരിക്കുക. അപ്പോൾ അവർ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് 12 മണിക്ക്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ള ഭാഷയെ പറഞ്ഞു തരിക. അപ്പോൾ ശീമോൻ്റെ വീട്ടിൽ ആൻറ്റി വന്ന് പറഞ്ഞ് ഇന്ന് ഇച്ചിരി തിരക്കായിരുന്നു കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ട് കിട്ടത്തുള്ളൂ. എന്നാൽ പുള്ളി പറഞ്ഞു ഞാനൊന്ന് കുറച്ചു നേരം പോയി പ്രാർത്ഥിക്കാം. ഇവിടെ വിശന്ന് പൊരിയുമ്പോഴാണ് പോരുന്നത്. ആര് പ്രാർത്ഥിക്കുന്നത്? വയറ്റിൽ കൂടെ ആളി കത്തുന്ന വിശപ്പ്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ആ സമയത്ത് ആ പുള്ളി ഒരു ദർശനം കാണുന്നത്. ഹല്ലേലൂയ. ഒരു ആകാശത്തു നിന്ന് ഒരു തുപ്പട്ടി ഇറങ്ങി വന്നിട്ട് സകലതും തിന്നുക. ദൈവമക്കളെ നോക്കിക്കേ, ആ നട്ടുച്ച നേരത്ത് പൊരിവെലിയുന്ന വെയിലത്ത് അല്ലേ മട്ടുപ്പാവിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന പത്രോസ്. ഇത് പണ്ട് സുബോധമുള്ളപ്പോൾ ഉറങ്ങിയ പത്രോസ് ഈ വിശന്ന് പൊരിയുന്ന വയറുമായിട്ടും ഉറങ്ങാതിൻ്റെ കാരണം അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി വന്നു. ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കുഞ്ഞുങ്ങൾ, അയ്യോ എൻ്റെ കുഞ്ഞെന്താ കൈയടിക്കാത്തത്, എൻ്റെ കുഞ്ഞെന്താ പാട്ട് പാടാത്തത്, എൻ്റെ കുഞ്ഞെന്താ പ്രാർത്ഥിക്കാത്തത്, എൻ്റെ കുഞ്ഞെന്താ ബൈബിൾ വായിക്കാത്തത്? പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചു. പ്രശ്നം അങ്ങ് തീർന്നില്ല. ഇന്ന് പകൽക്കാലം അല്ലല്ല, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അല്ലെ ശക്തി ലഭിക്കും. പ്രാർത്ഥനയ്ക്കുള്ള ശക്തി ലഭിക്കും, കൈയടിക്കാൻ ശക്തി ലഭിക്കും, നൃത്തം ചെയ്യാൻ ശക്തി ലഭിക്കും, വചനം പറയാൻ ശക്തി ലഭിക്കും. അഭിഷേകത്തിന്റെ നിറവ് ഇന്ന് പകൽ ആലയത്തിൽ വ്യാപരിക്കേണ്ടതിന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ലെറ്റ് യുവർ റെയിൻ ഹല്ലേലൂയ സെൻഡ് അപ്പോൺ ദെയർ ജനറേഷൻ. ഇന്ന് പകൽക്കാലം ഒരു ചലിക്കുന്ന എല്ലാ പ്രാണികളും ചലനമുണ്ടാക്കേണ്ടതിന് മുൻമഴയെ അയക്കണമേ. ദൂരാബാലബ ശതരാധന ഹല്ലേലൂയ. ആത്മാവിൽ അങ്ങനെ ഏറ്റെടുത്താണ്. ചില സഭായോഗങ്ങൾ നിർത്താൻ കഴിയാത്തതുപോലെ, ചില മീറ്റിങ്ങുകൾ സമയബന്ധിതമായി അവസാനിപ്പാൻ കഴിയാത്ത പോലെ മതിമറന്ന് ആലയത്തിനകത്ത് ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുന്ന ദിവസങ്ങൾ തൊട്ട് മുമ്പിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ പ്രാർത്ഥനക്കാരനാക്കി. എന്ത് കിട്ടും? എൻ്റെ പ്രാർത്ഥനാ ജീവിതം എനിക്ക് മടക്കി കിട്ടും. എൻ്റെ ശുശ്രൂഷ ജീവിതം എനിക്ക് മടക്കി കിട്ടും. ഹല്ലേലൂയ. ജയിലിനകത്ത് പോലും കിടന്ന് 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കാവൽക്കാരുടെ നടുവിൽ കിടക്കുമ്പോഴും സുഖമായി കിടന്ന് ഉറക്കത്തക്കവണ്ണം ഉൾക്കരുത്ത് എനിക്ക് ലഭിക്കും. ഒരു ബാല്യക്കാരി പെൺകുട്ടിയുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞവൻ യേശുവിനെ ഉയർത്തിയത് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ നിനക്ക് അസാധാരണ ധൈര്യം കിട്ടുമെന്ന്. എല്ലാ കണ്ണുടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 3-ാമത്തെ പ്രാർത്ഥന, ഞങ്ങൾ സകലതും വിട്ട് നിന്റെ പിന്നാലെ പുറപ്പെട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടും? ദൈവം ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നുള്ളത്. ഇന്ന് പകൽക്കാലം സകല ആകുല ചിന്തകളെയും പുറത്തോട്ടൊന്ന് മാറ്റിവെച്ചിട്ട്, കർത്താവേ നിൻ്റെ വഴി എന്നെ അറിയിക്കണം. എനിക്കറിയത്തില്ല, എൻ്റെ കൈകൊണ്ട് ഞാൻ അധ്വാനിക്കാവുന്ന മുഴുവൻ അധ്വാനിച്ചു. പത്രോസ് പറഞ്ഞ പദം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആവർത്തിക്കുന്നു. ലൂക്ക് ചാപ്റ്റർ 5:5. നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ മാസ്റ്റർ വി ടോയിൽ ഫോർ ഓൾ ദ നൈറ്റ് എന്നാണ്. വി നെവർ സിറ്റ് ക്വയറ്റ്ലി ലോർഡ്. ഞങ്ങൾ ഒരിക്കലും നിശബ്ദരായിട്ട് ഇരുന്നിട്ടില്ല. ദ ഹോൾ നൈറ്റ് യു ആർ കാസ്റ്റിംഗ് അവർ നെറ്റ് ഇൻ ടു ദ ഡെപ്ത് ഓഫ് ദ സീ. ഞങ്ങളിങ്ങനെ വല ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. റിസൾട്ട് ഈസ് 0. ആപ്ലിക്കേഷൻ അയക്കാവുന്നിടത്ത് മുഴുവൻ ആപ്ലിക്കേഷൻ അയച്ചു. റെക്കമെൻഡ് ചെയ്യാവുന്നവരെ കൊണ്ടൊക്കെ റെക്കമെൻഡ് ചെയ്ത് നോക്കി. കാണാവുന്ന ഡോക്ടേഴ്സിനെ മുഴുവൻ കണ്ടു, പറയാവുന്നവരോടൊക്കെ പറഞ്ഞു നോക്കി, ഒന്നും കിട്ടിയില്ല. പക്ഷേ അങ്ങ് പറഞ്ഞു ഈ കടല് ഹല്ലേലൂയ, ഞാൻ പറഞ്ഞ അവസാനമാണ്. ദൈവം പറഞ്ഞു നോ, ഇത് തന്നെ നിനക്ക് ഞാൻ തുറക്കുന്ന വഴിയാണ്. ഞാൻ വിചാരിച്ചു ഈ വല ഞാൻ മടക്കി വെച്ചു, ഇനി ഒരിക്കലും നിവർക്കത്തില്ലെന്ന്. ദൈവം പറഞ്ഞില്ല, ഒരു പ്രാവശ്യം കൂടെ ഈ വല നീ നിവർത്താൻ പോകുക.
ഞാൻ പറഞ്ഞു ഹല്ലേലൂയ, ഈ പടക് കൊണ്ട് ശൂന്യമാണ്. പക്ഷേ യേശു പറയുന്നു, ഇല്ല കുഞ്ഞെ, ഈ പടക് തന്നെ എനിക്ക് മതി. ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ബിക്കോസ് ഓഫ് മീ എവറിത്തിങ് ഈസ് എ ഫെയിലിയർ ഇൻ മൈ ലൈഫ്. ഇല്ല പത്രോസേ, നീ മാറിയിട്ട് അന്ത്രയോസിനെയോ നീ മാറിയിട്ട് ഫിലിപ്പോസിനെയോ അല്ല, നിന്നെ കൊണ്ട് തന്നെ മത്സ്യം പിടിപ്പിക്കും. അതിനെന്തു വേണം? ഒറ്റ വാക്ക്. ഇന്ന് രാവിലെ അതിലാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. നിൻ്റെ വാക്കിനെ വലയിറക്കുന്നു. നെവർത്തലെസ് അറ്റ് യുവർ വേർഡ്. എങ്കിലും ഇന്ന് പകൽക്കാലം എത്ര പേര് ആ വാക്കിൽ അത് മുറുകെ പിടിക്കും? ഐ സീ ഫെയിലിയർ എവരിവെയർ, ഐ സീ സെറ്റ് ബാക്ക് എവരിവെയർ, ഐ സീസ് ദ സർക്കംസ്റ്റൻസ് നോട്ട് ഓർ ഫേവറിങ് മീ, ബട്ട് അറ്റ് യുവർ വേർഡ്. എൻ്റെ പരാജയത്തോടു കൂടെ ദൈവത്തിൻ്റെ വചനം ചേർക്കുമ്പോൾ ഇവിടെ പെരുത്ത മീൻകൂട്ടം ഉണ്ടാകും. എൻ്റെ വാക്കല്ല ഇനി ഇവിടെ വേണ്ടത്, എനിക്കിനി മനുഷ്യരുടെ വാക്കല്ല വേണ്ടത്. എനിക്ക് വേണ്ടി ഇന്നലെ രാത്രി നാം ചിന്തിച്ച പോലെ ദൈവത്തിൻ്റെ ഒരു കൽപ്പന പുറപ്പെടട്ടെ. അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമാണ്. ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. എല്ലാവരും ദിവസം എഴുന്നേറ്റ് നിന്നാട്ടെ ഒരു നിമിഷം.